ഹായ് ഹലോ മൈ ഡിയേഴ്സ്, എന്ത് പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? ഹൗ ഡു യു ചോദിച്ചാൽ എന്താ തിരിച്ചു പറയാ? ഇനി ഐഡിയ, നാളെ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്നവരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാ പോയിംസിൻ്റെയും അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടുതൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ചെയ്യാമെന്നുള്ള രീതിക്ക്. ഓക്കെ, സോ ആർ യു ഓൾ റെഡി? ഓക്കെ, സോ നമുക്ക് ഏതായാലും സമയം കളയാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ വിൽ ബി ടോക്കിംഗ്. ഓക്കെ, നിങ്ങളുടെ ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ബിറ്റ്വീൻ. All right, so this is the first chapter in the second volume of English textbook. The first one is Scholarship Jacket. Okay, Martha Salina's ഒരു ചാപ്റ്റർ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയാം. നമ്മൾ സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് സം പോസിബിൾ ക്വസ്റ്റ്യൻസ്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഫോമാറ്റ്സ്? ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളൊരു ഡൗട്ടാണ്, നറേറ്റീവ് എഴുതാനും നമുക്ക് വരാറുണ്ട്, അതുപോലെ തന്നെ റിവ്യൂ എഴുതാൻ വരാറുണ്ട്. ദെൻ വിൽ ബി ഹാവിങ് സം കൈൻഡ് ഓഫ് റൈറ്റപ്സ് ഓൾസോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരാം. എങ്ങനെ വന്നാലും 8 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നറേറ്റീവ്, റൈറ്റപ്പ് ആൻഡ് റിവ്യൂ? ഇത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡീൽ ചെയ്യുമ്പോഴേക്കും വിൽ ബി ക്ലാരിഫൈങ് ഓൾ ദീസ് ഡൗട്ട്സ്. ഓക്കെ, ഈ ഓരോ ഡൗട്ട്സ് നമ്മൾ ക്ലാരിഫൈ ചെയ്യും. സോ ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് സം ഫോമാറ്റ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ലാസ്റ്റ് വോളിയം, നമ്മളൊരു വോളിയത്തിൻ്റെ ടെക്സ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ഇഫ് യു ആർ ഹാവിങ് സം ഡൗട്ട്സ് റിഗാർഡിംഗ് ദാറ്റ്, you can go and check the other video. Okay, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ബാക്കിയുള്ളതും നമുക്ക് ചെക്ക് ചെയ്ത് you can be able to study that. Okay, അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ കാര്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the principal informed Martha about the change of policy regarding the scholarship jacket. He felt guilty about it. He notes down his feelings. Prepare the likely diary entry of the principal. Okay, ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ മാർത്തയുടെ അടുത്ത് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് പോളിസി, ആ ഒരു ചേഞ്ചിനെ പറ്റി പറയുമ്പോഴേക്കും ദ പ്രിൻസിപ്പൽ ഈസ് വെരി ടെൻസ്ഡ്. അദ്ദേഹത്തിന് ഭയങ്കര ടെൻസ്ഡ് ആണ്. അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്? ഹി ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് കോൺഫിഡൻസ് ടു ടെൽ ദാറ്റ് പോളിസി ടു മാർത്ത. കാരണം എന്താണ്? അയാൾക്കറിയാം, യെസ് ഐ എം ഡൂയിങ് ദി റോങ് തിങ്, ഞാൻ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല, ഏബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ശരിക്കും അർഹതപ്പെട്ട ഒരാൾക്കല്ല ഞാനത് കൊടുക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയായിരുന്നു. സോ ഹി ഈസ് ഫീലിംഗ് ഗിൽറ്റി. ഒരു മനസാക്ഷി കുത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ ആ ദിവസം അദ്ദേഹം ഒരു പോസിബിളി നല്ല ഡയറി ഒക്കെ എഴുതുന്ന ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവസത്തെ പോസിബിൾ ഡയറി എൻട്രി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പം ഇതുപോലത്തെ ഡയറീസ് എഴുതുവാണെങ്കിലും ജസ്റ്റ് തിങ്ക് ഇൻ യുവർ, നിങ്ങളൊന്ന് മൈൻഡിൽ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളല്ല ഡയറി എഴുതുന്നത്. ദ പ്രിൻസിപ്പൽ ഇസ് റൈറ്റിംഗ് ദ ഡയറി. പ്രിൻസിപ്പലിൻ്റെ സ്ഥാനത്ത് യു ആർ. ആ പ്രിൻസിപ്പൽ നിങ്ങളായിട്ട് നിങ്ങൾ സങ്കല്പിച്ചിട്ട് യു വിൽ ബി റൈറ്റിംഗ് ദ ഡയറി. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും യു വിൽ ബി റൈറ്റിംഗ് ദിസ് ഡയറി. അപ്പോൾ അവിടെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, യു വിൽ ഹാവ് ടു റൈറ്റ് വാട്ട്? ആദ്യമേ ഡയറിയുടെ ഫോമാറ്റ് ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും ടൈമും അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് വിത്ത് ഡിയർ ഡയറി. ഒരു ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, അതൊന്നും വിഷയമില്ല. രണ്ടാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡയറി എഴുതുമ്പോൾ എപ്പോഴും അവൻ അവൾ എന്നൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ എഴുതുക. ഞാൻ എഴുതുന്നു, എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും കാര്യങ്ങൾ പോവുക. സോ ഡയറിയുടെ ഫോമാറ്റ് ക്ലിയർ അല്ലേ? യെസ്, ഹായ്. സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ സമ്മറി അല്ലെങ്കിൽ നറേറ്റീവ്സ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞ സ്കോളർഷിപ്പ് ജാക്കറ്റോ അതുമല്ലെങ്കിൽ ബനിയൻ ട്രീ, അഡ്വെഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ, ഇതൊക്കെ നമുക്ക് വളരെയധികം പോസിബിലിറ്റീസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ഫോർ എ നറേറ്റീവ് ആസ് വെൽ ആസ് റൈറ്റപ്പ്. ഓക്കെ, അപ്പോൾ യെസ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറിയാണ്. പ്രിൻസിപ്പലിൻ്റെ ഒരു ഡയറി എൻട്രി ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസി, റൈറ്റ്? അപ്പോൾ പ്രിൻസിപ്പൽ എഴുതുന്ന പോലെ എങ്ങനെ എഴുതാം? ആ നടന്ന സംഭവങ്ങൾ മുഴുവൻ, നിങ്ങൾ സ്റ്റോറിയിൽ കണ്ട കാര്യങ്ങൾ മുഴുവൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി പ്രിൻസിപ്പൽസ് പെർസ്പെക്റ്റീവ്. ഈ ഒരു കാര്യത്തെപ്പറ്റി പ്രിൻസിപ്പൽ എങ്ങനെയായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുക. ദെൻ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഫ്രം ഹിസ് പെർസ്പെക്റ്റീവ്. അദ്ദേഹം എങ്ങനെയായിരിക്കും ഡയറി എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ അയാളുടെ ഡയറിയില്ല, പ്രിൻസിപ്പലിൻ്റെ പെർസ്പെക്റ്റീവിൽ ഡയറി വരുമ്പം അതിലെ മേജർ ഫീലിംഗ് എന്തായിരിക്കും? അതിൻ്റെ ഓൾറെഡി ഒരു ഹിന്റ് വി ഹാവ് ഗോട്ട് ഫ്രം ഹിയർ. എന്താണ്? ഹി ഫെൽറ്റ് ഗിൽറ്റി. ഒന്നാമത്തെ കാര്യം അതാണ്. അദ്ദേഹത്തിന് ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ എന്തോ ഒരു കുറ്റബോധം അദ്ദേഹത്തിന് ഓൾറെഡി തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തെ ഡീൽ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഡയറി എൻട്രി
പോവേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തനിക്കൊരു കുറ്റബോധം ഉണ്ടായി, അതൊക്കെ സ്ട്രെസ് ചെയ്ത് യു ഷുഡ് മേക്ക് ദാറ്റ് ഡയറി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്കൂള് അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ ഗിവ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡയറി എൻട്രി. ഓക്കെ, യെസ്, ഫൈൻ. ഇനി നമുക്ക് നോക്കാം, നെക്സ്റ്റ് വണ്ണിലേക്ക് നമുക്ക് പോവാം. ദാ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, Martha was very happy when at last she got the scholarship jacket. She notes down her feelings. Write the likely diary entry. Okay, അപ്പോൾ ദാ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് ഫൈനലി കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് വാട്ട്, നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ടൈംലി ഒരു ഇൻറ്ററാക്ഷൻ, അദ്ദേഹം പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം അവിടെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഈ പറഞ്ഞ ഒരു ഇത് കിട്ടുന്നത്, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത്. മാത്രമല്ല അവളുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ്, അപ്പം മിസ്റ്റർ സ്കിമ്മറിൻ്റെ ഹെൽപ്പ്, ഇതെല്ലാം കൊണ്ടും അവർക്ക് ലാസ്റ്റ് ഫൈനലി ഇവർക്ക് എന്ത് കിട്ടി, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയ ദിവസം വാട്ട് ക്യാൻ ബി ഹർ ഫീലിംഗ്, എന്തായിരിക്കും അവളുടെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫീലിംഗ് എങ്ങനെ തന്നെയായിരിക്കും? ഡെഫിനറ്റ്ലി ഷീ ഈസ് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്, അല്ലേ? നമുക്ക് ഇഷ്ടപോലെ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാധനം നമുക്ക് കയ്യിലേക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി വിൽ ബി എക്സൈറ്റഡ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ഡയറി എൻട്രി എഴുതുമ്പം എഴുതാൻ വേണ്ടിയിട്ട്. പ്ലസ് വാട്ട് ഷുഡ് യു നോട്ട്, ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. ഇവൾക്ക് ഈ ഒരു അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ കാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സോ ഷിൽ ബി താങ്കിങ് ദം, അവരെ ഒന്ന് താങ്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്ന് ഓർക്കുകയോ ചെയ്യുന്ന ഒരു രീതിക്കായിരിക്കും ഈ ഒരു ഡയറി എൻട്രി മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെയല്ലേ ഉണ്ടാവുക? യാ, ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറിയുടെ ഫോർമാറ്റ്, ദാറ്റ് ഈസ് എന്താണ്, ആദ്യമേ നമുക്ക് ഡേറ്റ് ആണ്, ഡേറ്റ്, ദെൻ ടൈം, ഡേറ്റ് ടൈം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12th July 2023 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുക. ദെൻ വി ഹാവ് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ വേണം കാര്യങ്ങൾ. ഐ വെച്ചിട്ടാണ്, നിങ്ങളാണ് മാർത്തയുടെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കായിരിക്കും യു ഷുഡ് ബി പ്രസൻറ്റിങ് ദിസ്. ഓൾ റൈറ്റ്, അപ്പോൾ അത് ക്ലിയർ അല്ലേ? രണ്ടും ഡയറിയുടെ ഫോർമാറ്റ്സ് തന്നെയാണ്, രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് വന്നിട്ടുള്ളതെന്നേ ഉള്ളൂ. Okay, then next one, third one, okay. The English Literary Club of your school has decided to congratulate Martha. As a secretary of the club, you are to prepare a notice inviting all the teachers and students to the function. Prepare a likely notice. Okay, അപ്പോൾ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ മാർത്തയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാൻ, അതിൻ്റെ ഒരു അവാർഡിങ് സെറിമണിയാണ്. അവാർഡിങ് സെറിമണി എന്ന് പറയുമ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയതിന് മാർത്തനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ, നിങ്ങളാണ് ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യു ആർ മേക്കിംഗ് എ നോട്ടീസ്, ഒരു നോട്ടീസ് ഉണ്ടാക്കുകയാണ്. ആൻഡ് യു വാണ്ടഡ് ടു ഇൻവൈറ്റ് ഓൾ ദി ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ വിളിച്ചിട്ട് വേണം ഈ ഒരു പരിപാടി നടത്താൻ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോട്ടീസ്, ഹൗ ക്യാൻ ബി ദാറ്റ് പോസിബിൾ നോട്ടീസ് ഫോർ കൺഗ്രാജുലേറ്റിംഗ് മാർത്ത? യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നോട്ടീസ് ആണ്, നോട്ടീസിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം തന്നെ അറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ ഫോമാറ്റ് ഓഫ് എ നോട്ടീസ്? നോട്ടീസ് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, നോട്ടീസിന് ഒരു ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, നോട്ടീസിന് ഒരു ടൈറ്റിൽ കൊടുത്തു. ദെൻ വാട്ട് യു ഹാവ് ടു ഗിവ് ഇസ് സ്കൂൾസ് നെയിം, ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുക. യു ഡോണ്ട് ഹാവ് ടു മെൻഷൻ your school's name. നമ്മൾ പബ്ലിക് എക്സാം ആണ് എഴുതുന്നത്, സോ യു ഡോണ്ട് ഹാവ് ടു മെൻഷൻ ദാറ്റ്. നിങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ABC സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് യു ക്യാൻ ഗിവ് ദാറ്റ്. ദെൻ വാട്ട് എൽസ്? ഇനി നമ്മൾ എന്ത് പ്രോഗ്രാം ആണ് നടത്തുന്നത്? പ്രോഗ്രാംസ് നെയിം, പ്രോഗ്രാം നെയിം. ഓക്കെ, പ്രോഗ്രാം നെയിം കൊടുക്കുക. അതായത് എന്താണ്, പാർട്ടി ടു കൺഗ്രാജുലേറ്റ് മാർത്ത സലീനാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ദെൻ വാട്ട് ഷുഡ് യു ഗിവ്? സല്യൂട്ടേഷൻ കൊടുക്കുക, ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹായ് ഓൾ എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. ഹായ് ഓൾ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് കൊടുക്കുക. അടുത്ത എന്ത് പറയും? യു ഹാവ് ടു ഫിൽ ദി കണ്ടന്റ്. എന്താ കണ്ടന്റ് ഭാഗത്ത് കൊടുക്കുക? ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ബൈ our school, സ്കൂളിൻ്റെ പേര് കൊടുക്കുക. Then to congratulate Martha Salinas for winning the scholarship jacket, and all of you are invited. So the program will be held at what time? എപ്പോഴായിരിക്കും? On what day? And at where should it be held? എവിടെയായിരിക്കും? അപ്പോൾ ഇവിടെ ഈ കോണ്ടന്റിൻ്റെ ഭാഗത്ത് date should be mentioned, then time should be mentioned, and place or venue
എവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ വെന്യൂ എവിടെയാണ്, അതിൻ്റെ ടൈം ഏതാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഒരു കാര്യം കൂടെ നമ്മൾ കോണ്ടന്റിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഇഫ് യു ആർ ഹാവിങ് എ ചീഫ് ഗസ്റ്റ്, അവിടെ നമ്മൾ മാർത്തനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗറിനെ കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയുക? അല്ലാതെ ആ ഒരു ഫിഗറിനെ പറ്റിയിട്ട് നമ്മൾ അവിടെ കൊടുക്കാം. ഇനാഗുറൽ സെക്ഷൻ വിൽ ബി ഡൺ ബൈ, ദ ഇനാഗുറേഷൻ വിൽ ബി ബൈ the inauguration will be done by so and so. ആരെങ്കിലും ഈ പറഞ്ഞ ആളുകളായിരിക്കും ഇനാഗുറേഷൻ ചെയ്യുക എന്നുള്ള കാര്യം കൂടെ അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ താഴത്തേക്ക് വരുമ്പോഴേക്കും യു ക്യാൻ ഗിവ് ദ ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഒന്നുകിൽ ഡേറ്റ് ഇവിടെ കൊടുക്കാം, അതുമല്ലെങ്കിൽ ഇവിടെ തന്നെ ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഡേറ്റ് ഓഫ് പബ്ലിഷിംഗ് ഓഫ് ദി നോട്ടീസിൻ്റെ ഡേറ്റ് അവിടെ വേണമെങ്കിൽ കൊടുക്കാം. ദെൻ വാട്ട് എൽസ്? ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും യോസ് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ആരാണോ എഴുതിയിരിക്കുന്നത് ബൈ കൺവീനർ, by convener. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു നോട്ടീസിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കൺവീനർ ആണ് എഴുതിയിരിക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് അതിൽ നോക്കാൻ. അപ്പോൾ നോട്ടീസ് ആണെങ്കിൽ ആദ്യമേ സ്കൂൾസ് നെയിം കൊടുക്കുക, ദെൻ യു ക്യാൻ ഗിവ് ദ ടൈറ്റിൽ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ദെൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ സല്യൂട്ടേഷൻ, ഡിയർ ഫ്രണ്ട്സ് കൊടുക്കുക. കോണ്ടന്റിൻ്റെ ഭാഗത്ത് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ, പ്ലേസ് എവിടെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ദെൻ അതിൻ്റെ കൂടുതൽ ഇഫ് യു ആർ ഹാവിങ് എ ചീഫ് ഗസ്റ്റിന് വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ബൈ who is producing this notice, by convener, നിങ്ങളാണ് കൺവീനിയർ എങ്കിൽ by the convener, then you can stop that notice like that. Okay, അപ്പോൾ നോട്ടീസും ക്ലിയർ അല്ലേ? യെസ്, ഫൈൻ. അപ്പം നോക്കിയേ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നോട്ടീസും ഡയറിയും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിതാ നെക്സ്റ്റ്, ഇംഗ്ലീഷ് ലിറ്റററി ക്ലബ്, സോറി ദാറ്റ് വാസ് ദ ഫോർത്ത് വൺ. Martha in her valedictory speech expressed her gratitude to her teachers and her grandfather. Write the likely speech. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു ഫോമാറ്റാണ് വരുന്നത്, അടുത്തൊരു ഡിഫറെൻറ്റ് ഡിസ്കോഴ്സ് ആണ്. ഇറ്റ് ഈസ് എ സ്പീച്ച്. ഒരു സ്പീച്ചാണ് നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പീച്ചിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്, ആദ്യം നമ്മൾ ഏതൊരു സ്പീച്ച് തുടങ്ങുമ്പോഴും വിൽ ബി സല്യൂട്ടിങ് ദ ഓഡിയൻസ്. ഓഡിയൻസിനെ സല്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആ വാലിഡേറ്ററി ഫംഗ്ഷന് വന്നിരിക്കുന്ന സകല ആൾക്കാരെ നമ്മളൊന്ന് സല്യൂട്ട് ചെയ്യും. അതായത് അവരെ ഒന്ന് അഭിസംബോധന ചെയ്തിട്ടായിരിക്കും വിൽ ബി സ്റ്റാർട്ടിങ് ദാറ്റ്. സോ ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സോ ആൻഡ് സോ ആരൊക്കെയാണോ സ്റ്റേജിലുള്ളത്, ഓൺ ആൻഡ് ഓഫ് ഡയസ് എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ദി സ്പീച്ച്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വാലിഡേറ്ററി സ്പീച്ചാണ്. സോ ആദ്യം തന്നെ ഇവരുടെ എക്സ്പീരിയൻസസ് പറയാം. അതുമല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ബിഗിൻ വിത്ത് യുവർ എക്സ്പ്രസിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ I'll start my speech by expressing my sincere gratitude towards grandfather and my beloved teachers എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. എന്നിട്ട് she can share her experiences in that school. അപ്പോൾ ഒരു വാലിഡിറ്റോറിയൻ ആവാൻ അവൾ കഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ what all things were given by the school, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലേറ്റർ ഭാഗത്തേക്ക്, നിങ്ങളുടെ സ്പീച്ചിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് യു ക്യാൻ ഫിൽ ഇറ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത്രയുള്ളൊരു സ്പീച്ചിൽ പിന്നെ ലാസ്റ്റത്തേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യണം? നിങ്ങൾ യു ജസ്റ്റ് ഹാവ് ടു ആഡ്. ഞാൻ ഇന്നത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ വൺസ് അഗെയിൻ താങ്കിങ് ഓൾ ഓഫ് യു ഫോർ മേക്കിംഗ് മൈ ഡ്രീം കം ട്രൂ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയുള്ള ഒരു സ്പീച്ച്. സ്പീച്ച് ഈസ് എ വെരി സിമ്പിൾ വൺ. ആകെപ്പാടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ വാലിഡേറ്ററി സ്പീച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായി കാട് കയറി പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ആ സ്റ്റോറിയിൽ നിന്നുള്ള കാര്യങ്ങൾ അതൊരു സ്പീച്ച് രൂപത്തിലേക്ക്, എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കേണ്ടത്, നന്ദി പറയലാണ്. അപ്പോൾ ആ ഒരു എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു കണ്ടന്റ് മെയിനായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് യു ക്യാൻ എക്സ്പ്രസ് ദാറ്റ് സ്പീച്ച് ഓൾസോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയുള്ള ഒരു സ്പീച്ചിൻ്റെ ഈ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗ വിൽ ബി ഗോയിങ് ഫോർ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ. ദാറ്റ് ഇസ് what's it? Fifth one. On hearing of the change in policy regarding the scholarship jacket, Martha becomes nervous and she writes a letter to her father describing the attitude of the school. Write the likely letter. ഓക്കെ, അപ്പോൾ ഇതൊരു വേറൊരു ചാൻസ് ആണ്. ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്കൂള് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ടുള്ള പോളിസി ഒക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. സോ മാർത്ത ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹർ ഫാദർ. അവളുടെ പേരൻസിന് ഒരു ലെറ്റർ എഴുതുകയാണ്. സ്കൂൾ ഇങ്ങനെയൊക്കെയാണ്, ദേ ആർ നോട്ട് ഗിവിങ് അസ്, നമുക്ക് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ ദേ ആർ നോട്ട് ഗിവിങ് അസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് മാർത്ത അവളുടെ ദുഃഖമൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സാഡ്നെസ് ഒക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അവളുടെ ഫാദറിന് ഒരു ലെറ്റർ എഴുതുകയാണ്. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ ഡിയർ വൺസിനാണ് ആ ലെറ്റർ എഴുതുന്നതെങ്കിൽ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഇൻ
ഇൻഫോർമൽ അല്ലേ, ഇത് ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. സോ വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ഇൻക്ലൂഡ് ഇൻ ദിസ് ഇൻഫോർമൽ ലെറ്റർ? എന്തൊക്കെ കൊടുക്കാം ഇൻഫോർമൽ ലെറ്ററിൽ? എന്തൊക്കെയാണ് നമുക്ക് ഇൻഫോർമൽ ലെറ്ററിലേക്ക് കൊടുക്കാൻ പറ്റുക? അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സോ ഒന്നും നെസസറി അല്ല. ഇഫ് യു ആർ റൈറ്റിംഗ് ദ ഫ്രം അഡ്രസ്, അവിടെ പേരില്ലാണ്ട് തന്നെ യു ക്യാൻ ഗിവ് ദി അഡ്രസ്. ദെൻ നമുക്ക് എന്ത് പറയാം, യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ലൈക്ക് ദിസ്, ഡിയർ ഫാദർ, ഡിയർ ഫാദർ എന്ന് വെച്ച് തുടങ്ങാം. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി അടുത്തത് എന്ത് നമുക്ക് കൊടുക്കാം? മാത്ത, ഹൗ ആർ യു? നമ്മൾ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് വിത്ത് ഹൗ ആർ യു. എങ്ങനെ ഇരിക്കുന്നു? ആർ യു ഡൂയിങ് ഗുഡ്? ആദ്യത്തെ ഒരു പാരഗ്രാഫ് യു ക്യാൻ ഗിവ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആദ്യം വീട്ടിലുള്ളവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന രീതിക്ക് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ദാറ്റ്. ദെൻ കമ്മിങ് ടു ദി സെക്കൻഡ് പാരഗ്രാഫ്, അവിടെ യു ക്യാൻ ഗിവ് ദി കോണ്ടന്റ്. നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അവളുടെ പ്രശ്നം എന്താണ്? സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ടുള്ള പോളിസി സ്കൂൾ മാറ്റി. അതാണ് മാർത്തയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ പറ്റി യു ക്യാൻ നോട്ട് ഡൗൺ ഇൻ ദിസ് സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, ആ സെക്കൻഡ് പാരഗ്രാഫിൽ സ്കൂൾ ഇങ്ങനെയൊക്കെയാണ്, ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി വാണ്ടിങ് ദാറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദാറ്റ്, ബട്ട് നൗ ദ സ്കൂൾ ഈസ് ചേഞ്ചിങ് ദ പോളിസി റിഗാർഡിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ദേ ആർ ഗിവിംഗ് ദാറ്റ് ടു എ റിച്ച് ഗേൾ ആൻഡ് ഐ എം റിയലി ഡിപ്രസ്ഡ്, ഐ എം ഫീലിംഗ് ഫെഡ് അപ്പ്, എനിക്ക് മതിയായി, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ബാക്ക് ടു സ്കൂൾ. ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചതൊക്കെ വെറുതെ ആയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ അച്ഛൻ്റെ അടുത്ത് പറയുന്ന രീതിക്ക് വേണം യു ഹാവ് ടു മേക്ക് ദിസ് നോട്ടീസ്, ലെറ്റർ. ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റാൻസ, എന്താ പറയുന്നത്? ലാസ്റ്റ് ഒരു മൂന്നാമത്തെ ഒരു സ്റ്റാൻസിൽ എന്ത് കൊടുക്കാം? ഷീ ഈസ് കൺക്ലൂഡിങ് ദിസ് ലെറ്റർ. ഐ എം റിയലി ഹോപ്പിംഗ് ഫോർ എ വെരി ബെറ്റർ ടുമോറോ. നാളെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ജസ്റ്റ് ഐ ഓൾസോ വാണ്ടഡ് ടു മീറ്റ് യു. സോ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് പ്രാർത്ഥിക്കൂ, ജസ്റ്റ് വിഷ് മീ ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ലെറ്റർ ഓൾസോ. ഓക്കെ, ആൻഡ് നൗ ലാസ്റ്റ് വൺ, യുവേഴ്സ് ലവിംഗ്ലി മാത. അച്ഛൻ എഴുതുന്ന ലെറ്റർ ആണ്. സോ യു ക്യാൻ കൺക്ലൂഡ് ലൈക്ക് യുവേഴ്സ് ലവിംഗ്ലി. ആരാണ് ലവിംഗ്ലി എഴുതുന്നത്? യെസ്, ഇറ്റ് ഈസ് മാർത്ത. ഓൾ റൈറ്റ്, യുവേഴ്സ് ലവിംഗ്ലി മാർത്ത. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു മെൻഷൻ ദ ഡേറ്റ് ഓൾസോ. ഓക്കെ, ഇവിടെ ഡേറ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ഏത് ദിവസമാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്നുള്ള ഡേറ്റും കൂടെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, അപ്പോൾ അതാ നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. വി ആർ ഗോയിങ് ഫോർ another question. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, imagine the grandfather meets the principal and talks about the change of policy regarding the scholarship jacket. Or what would be their likely conversation? അപ്പോൾ അതാ നമ്മുടെ മാർത്തയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതായത് അവർക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നില്ല. ഈ പോളിസിനെ പറ്റിയൊക്കെ ഗ്രാൻഡ് ഫാദർ അറിഞ്ഞു. ആൻഡ് ജസ്റ്റ് ഇമാജിൻ ഗ്രാൻഡ് ഫാദർ എന്താണ് പ്രിൻസിപ്പലും തമ്മിൽ മീറ്റ് ചെയ്യാണ്. എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ? അപ്പോൾ കോൺവെർസേഷൻ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഫോർമലി തന്നെ ആയിരിക്കും സംസാരിക്കുക. കാരണം ഒരു പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഒരു അത്യാവശ്യം മുതിർന്ന ഒരു ഗ്രാൻഡ് ഫാദർ ആണ് സംസാരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി എ ഫോർമൽ വൺ, ഒരു ഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും. സോ ദേ വിൽ ബി ജസ്റ്റ് സ്റ്റാർട്ടിങ്, അവർ ഇന്ന ആളുടെ ഞാൻ ഐ എം ദ ഗ്രാൻഡ് ഫാദർ ഓഫ് മാത എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ദേ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി മാറ്റർ ഓഫ് സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ചോദിക്കും വൈ യു ആർ ചേഞ്ചിങ് ദിസ് പോളിസി അബൌട്ട് the scholarship jacket, and the principal is saying like, this is a policy that was made by the management. I can't interfere in any of their things. It is just decided by them. അപ്പോൾ grandfather വീണ്ടും പറയാണ്, he is just also trying to impress the principal by his words. അപ്പോൾ പറയാണ്, what is the usage if you are giving that to a person by and they are paying for that? എന്തുകൊണ്ടാണ് അതിൻ്റെ യൂസേജ്? മാർത്തയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ he is also repeating towards to the principal. അപ്പോൾ അങ്ങനെ പറഞ്ഞ് the grandfather is trying to കൺവിൻസ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ, ഈ അദ്ദേഹത്തിന് ഉള്ള ആ ഒരു ഐഡിയ പ്രിൻസിപ്പലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലായിരിക്കും ഇവർ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷൻ. ഒരിക്കലും രണ്ട് ചെറിയ കുട്ടികൾ മീറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കര ചൈൽഡിഷോ അല്ലെങ്കിൽ ഒട്ടും മെച്ചുവേർഡ് അല്ലാത്തൊരു ടോക്സ് ഒന്നും ആയിരിക്കില്ല ഡെഫിനറ്റ്ലി അവരുടെ ഇടയിൽ നടക്കാൻ പോകുന്നത്. പകരം ദെൽ ബി വെരി മെച്ചുവേർഡ്, ദെൽ ബി ടോക്കിംഗ് ദി സീരിയസ് തിങ്സ്. അവർ തമ്മിൽ നല്ല രീതിക്കുള്ള ഒരു സംസാരമായിരിക്കും, ഒരു സീരിയസ് കോൺവെർസേഷൻ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. എപ്പോഴാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഏതാണോ അതിനനുസരിച്ച് വേണം യു ജസ്റ്റ് ഹാവ് ടു മേക്ക് അപ്പ് ദാറ്റ് കോൺവെർസേഷൻ. ഇപ്പോൾ ചെറിയ രണ്ട് കുട്ടികൾ, മാർത്തയും അതുപോലെ തന്നെ അവളുടെ ഒരു ഫ്രണ്ടും സംസാരിക്കുന്ന ഒരു രീതിക്കായിരിക്കില്ല ദി പ്രിൻസിപ്പൽ ആൻഡ് ദി
grandfather will talk. രണ്ട് കോൺവെർസേഷൻസും തമ്മിൽ pretty differences ഉണ്ടാവും. രണ്ട് ചെറിയ കുട്ടികളും രണ്ട് മുതിർന്ന ആൾക്കാരും തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള ഡിഫറൻസ് തന്നെയാണ് നമ്മൾ അവിടെയും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഫ് യു ആർ ജസ്റ്റ് ഡിസ്ക്രൈബിങ്, അപ്പോൾ നിങ്ങൾക്ക് മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്, whenever you are reading the question, read it very thoroughly, understand it perfectly. 100% നിങ്ങൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യാൻ നിൽക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇഫ് യു ആർ ജസ്റ്റ് ഹാവിങ് എനി ഡിഫിക്കൽട്ടി വെൻ യു ആർ റീഡിങ്, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നില്ല, ഗോ ഫോർ സെക്കൻഡ് ആൻഡ് തേർഡ് റീഡിങ്, 2 or 3 പ്രാവശ്യം വായിക്കുക. സോ ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ്. Okay, so here is the last question from this part of scholarship jacket. Avada namukku last aayittulladu. The ceremony of the scholarship jacket award was a unique event. Mata in her speech mentioned the support given by her grandfather and the teachers. Prepare a news report of the function. Okay, അപ്പോൾ മാത്തയ്ക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന സെറമണി, അതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ ആ ന്യൂസിൽ മെയിൻലി നമ്മൾ കൊടുക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹി മെയിൻലി സ്പോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ദി സപ്പോർട്ട് ഗിവൻ ബൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹർ ടീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം യു ജസ്റ്റ് ഹാവ് ടു മേക്ക് ദിസ്. അപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ എന്ത് വേണം, ന്യൂസ് റിപ്പോർട്ട് ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. ദെൻ വാട്ട് എൽസ് ഷുഡ് ബി ദർ? അടുത്തത് ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം അവിടെ കൊടുക്കുക. സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം കൊടുക്കുക. ദെൻ പ്ലേസ് കൊടുക്കുക. വിച്ച് പ്ലേസ് ഇസ് ഇറ്റ് ഹാപ്പനിങ്? ഓക്കെ, ഇനി ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ടൈറ്റിലുമായിട്ട് സംഹൗ റിലേറ്റഡ് ആയിരിക്കണം യുവർ ഫസ്റ്റ് ടോപ്പിക് സെൻറ്റൻസ്, ആദ്യത്തെ സെൻറ്റൻസ്. അങ്ങനെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഒരു ബന്ധമുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് ഒന്നാമത് പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടൈറ്റിൽ സെൻറ്റൻസസ് ഒന്നും ഇവിടെ കൊണ്ടുപോയി കൊടുത്തേക്കരുത്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് മാത്രമേ അവിടെ നോക്കാനുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് കോണ്ടന്റ് എഴുതി നമ്മൾ തുടങ്ങുകയാണ്. സോ എ ഫംഗ്ഷൻ വാസ് ഹെൽഡ് അറ്റ് ദി സ്കൂൾ in order to congratulate Martha Salinas, and she just gave a very wonderful speech about the support given by her grandfather and other teachers എന്നൊക്കെ പറഞ്ഞിട്ട് you can make that speech. And ഒന്നും കൂടെ പറയുകയാണ്, ഇവിടെ നമുക്ക് ഈ കോണ്ടന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ആരാണ് സ്പീച്ച് കൊടുത്തത്, അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ്, about whom, ആരെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞ ഒരു സ്പീച്ച് നടന്നിട്ടുള്ളത്, ആൻഡ് വെൻ, എപ്പോൾ, അറ്റ് വാട്ട് ടൈം. ഇപ്പോൾ 10 മണിക്കായിരുന്നു ആ പ്രോഗ്രാം നടന്നിട്ടുള്ളതെങ്കിൽ യു ക്യാൻ ഗിവ് അറ്റ് 10 AM എന്ന് നടന്നിട്ടുണ്ട്. ദെൻ വേർ, എവിടെയാണ് ഈ പ്രോഗ്രാം നടന്നത്, സ്കൂൾ ഓഡിറ്റോറിയം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ആൻഡ് വൈ എന്നുള്ളത് വേണ്ടി വരില്ല. ആൻഡ് വാട്ട് വാസ് ദറ്റ് പ്രോഗ്രാം, എന്തായിരുന്നു പ്രോഗ്രാം എന്നുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ കോണ്ടന്റ്സ് എല്ലാം നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഇറ്റ് ഷുഡ് ബി ആൻസേർഡ്. ഓക്കെ, അപ്പോൾ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും അത്ര തന്നെയുള്ളൂ. യെസ് ഹായ് ഹലോ, നമ്മളിപ്പോൾ കുറച്ചുകൂടെയൊക്കെ ആൾക്കാരായി വരുന്നുണ്ട്. ഹൗ ആർ യു ഓൾ? മിസ്സിൻ്റെ അഭിപ്രായത്തിൽ ഏത് അപ്രിസിയേഷൻ വരാനാണ് ചാൻസ് എന്ന്? ഓക്കെ, എടോ നമുക്ക് നോക്കാം. മെയിൻലി നമ്മളിപ്പോഴും മിക്കവാറും കണ്ടിട്ടുള്ളത് പോയട്രി ഒക്കെ തന്നെയാണ്. ലെറ്റ് മീ സീ, നമുക്ക് നോക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇന്ന് എല്ലാ പോയംസിൻ്റെയും അപ്രിസിയേഷൻ നോക്കൂ കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ഒരുപാട് യെസ് മദർ ടു സണ്ണും ഉണ്ട്. യെസ്, എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഐ വാസ് ജസ്റ്റ് റീഡിങ് യുവർ കമൻറ്റ്സ്. ഞാൻ പറയാൻ വന്നത് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വിൽ ബി ഡിസ്കസിങ് ഓൾ ദി പോയിന്റ്സ് ടുഡേ കേട്ടോ. നമുക്ക് ആകെപ്പാടെ 2 വോളിയത്തിലും കൂടിയിട്ട് 5 points ആണുള്ളത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് മേജറായിട്ട് വരാൻ ചാൻസസ് ഉള്ള ഏതാണ്ട് പോയറ്റിക് ഡിവൈസസ്, മിക്കവാറും പോയത്തിൽ നിന്നുള്ള പോയറ്റിക് ഡിവൈസസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. യെസ് നിഷിത, ഹായ് ഹലോ. യെസ്, ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? ഓൾ റൈറ്റ്, അപ്പം നമ്മൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമാണ് ഇപ്പോൾ എൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? അടുത്ത നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. ഷാൽ വി? ഇവിടെ നിങ്ങൾക്ക് ക്യാൻ യു ഫൈൻഡ് എ മിസ്റ്റേക്ക് ഹിയർ? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ക്യാൻ എനി വൺ ഓഫ് യു ഫൈൻഡ് ദറ്റ് മിസ്റ്റേക്ക്? ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചോ? ഈ പറഞ്ഞ ഞാൻ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതിൽ വൺ മിസ്റ്റേക്ക് ഇസ് ദർ. കണ്ടുപിടിച്ചോ ആരെങ്കിലും? യെസ് ബെസ്റ്റ് അല്ല. നമ്മൾ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ദിസ് ഇസ് എൻ. ഓക്കെ, നെവർ
നെസ്റ്റ്. ഓക്കെ, അപ്പം നോക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് ഫൈൻ. ശരി, എന്താണ് മിസ് പ്ലീസ് ഡ്രിങ്കിങ് വാട്ടറോ? ഓക്കെ, ഫൈൻ. ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ വിൽ ബി ടോക്കിംഗ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് പെട്ടെന്ന് ബോറടിക്കാനൊക്കെ നേരമായോ? ഇല്ല, ഇൻ ബിറ്റ്വീൻ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൺ ജെയിൻ, ജാക്ക് ആൻഡ് ജിൽ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം നമുക്ക് നെവർ നെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓൺ ജെയിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. കാരണം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഓൺ ജെയിനിൽ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ കാണുന്നത്. അതുപോലെ തന്നെ ജാക്ക് ആൻഡ് ജില്ലിൻ്റെയും. ഓക്കെ, അപ്പോൾ ജാക്കും ജില്ലും നമുക്ക് ഒരേ കാറ്റഗറിയിൽ കണക്കാക്കാവുന്ന രണ്ട് കൂട്ടരാണ് അല്ലേ. അപ്പോൾ ജാക്കും ജില്ലും they just stands contrary to ഓൺ ജെയിൻ അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾക്കും തോന്നുന്നത്? ജാക്കും ജില്ലും എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അകത്ത് വളരെ ദൂരത്ത് അങ്ങേ എക്സ്ട്രീം എൻഡിലായിരിക്കും നമ്മുടെ ഓൺ ജെയിൻ നിൽക്കുക. അപ്പം എന്താ അവരുടെ തമ്മിലുള്ള ഒരു ഒരു ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഓൺ ജെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷീസ് ആൻ ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ ക്ലെവർ ലേഡിയാണ്. ഷീസ് ഹാവിങ് ലോട്ട് ഓഫ് മാനേഴ്സ്. ഭയങ്കര മാനർഫുൾ ആണ് അല്ലേ, ഇൻ്റലിജൻ്റ് ആണ്, ക്ലെവർ ആണ്, ഇൻ്റലിജൻറ്റ്. ഇനി എന്താണ് ഓൺ ജെയിൻ്റെ ഫീച്ചേഴ്സ്? ഷീ ഡിഡ്ന്റ് ലൈക്ക് buying even a rupee from others. Okay, and she didn't like the installment system. Dislike for installment system. അല്ലെങ്കിൽ EMI അല്ലേ, EMI, dislike EMI system. പിന്നെ എന്തൊക്കെയാണ് അവരുടെ? ഷീ ഈസ് ഓൾസോ എ കെയറിങ് വൺ. ഈവൻ ദോ ഷീ ഈസ് ഹാവിങ് ആങ്കർ ഇഷ്യൂസ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ, ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണ്, ബട്ട് സ്റ്റിൽ കെയറിങ്ങും ആണ് അല്ലേ. ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഓൺ ജെയിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴേക്കും ഈ പറഞ്ഞ രീതിക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് കൊടുത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ. ഇപ്പോൾ കെയറിങ് ആണെന്ന് നമുക്ക് പറയാൻ എങ്ങനെയാ കാര്യം? എന്തായിരിക്കും? ഒരു ലവിങ് ആസ് വെൽ ആസ് കെയറിംഗ് എന്ന് വേണേൽ പറയാം അല്ലേ. ലവിങ്ങുമാണ് അതുപോലെ തന്നെ കെയറിങ്ങുമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുക? ഇവരുടെ മാരേജിൻ്റെ സമയത്ത് ഷീ ജസ്റ്റ് ഗേവ് ദം പ്രസൻസ് ഒക്കെ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ എടുത്ത് ഫുള്ള് നശിക്കാനായി എന്ന് അറിഞ്ഞിരിക്കുമ്പോഴും ആൻറ്റി എന്താ ചെയ്തിട്ടാണ് പോകുന്നത്? ഒരു ക്യാഷ്, ഒരു ചെക്ക് എടുത്ത് കൊടുത്തിട്ടാണ് അവർക്ക് ലാസ്റ്റ് പോകുന്നത് അല്ലേ. സോ ഷീ ഈസ് കൺസേൺഡ് അബൌട്ട് ദം. അപ്പോൾ അവരെ ലവ് ചെയ്യുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ പറഞ്ഞ ക്യാഷും ചെക്കും ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നത്. ആൻഡ് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറയാൻ എന്താ കാര്യം? വാട്ട് ഇസ് റീസൺ വൈ വി ക്യാൻ സേ ദാറ്റ് ഷീ ഈസ് ഷോർട്ട് ടെമ്പേർഡ്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരെല്ലാം ഇൻസ്റ്റാൾമെൻറ്റിലാണ് എടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോഴേക്കും ഷീ ഗെറ്റ്സ് ആംഗ്രി, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. ആൻഡ് ഷീ സേ ദാറ്റ് ഐ എം നോട്ട് വില്ലിംഗ് ടു സ്റ്റേ ഹിയർ, ഐ എം ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു മൈ ഹോം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൽ എടുത്ത അവരുടെ ഫേർണിച്ചറിലൊക്കെ ഇരിക്കാനൊക്കെ ആൻറ്റി വല്ലാണ്ട് താല്പര്യം കാണിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാണ്, ദാറ്റ് ഇസ് ബെറ്റർ ഫോർ മീ. അതുപോലെ തന്നെ ജാക്ക് പറയുന്നുണ്ട് ഐ വിൽ ഡ്രോപ്പ് യു, ബസ് സ്റ്റേഷനിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോഴും ആൻറ്റി പറഞ്ഞു നോ നീഡ്, ഇത് നിങ്ങളുടെ സ്വന്തം കാറല്ലല്ലോ, സോ ഐ വിൽ ജസ്റ്റ് ടേക്ക് എ ബസ്, ഒരു ബസ് എടുത്ത് ഞാൻ പോയിക്കോളാം എന്നൊക്കെ ആൻറ്റി പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഷീ ഈസ് എ ഷോർട്ട് ടെമ്പേർഡ് വൺ. ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും ജാക്കും ജില്ലും പറയുന്നുണ്ട് ഈവൻ ദോ ഷീ ഈസ് എ ഷോർട്ട് ടെമ്പേർഡ്, അവരേതായാലും നമുക്കിത് തന്നല്ലോ, അതേതായാലും നന്നായി എന്നുള്ള രീതിക്ക് അവർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഈസ് ഷോർട്ട് ടെമ്പേർഡ്, ദെൻ കെയറിങ് ആൻഡ് ലവിങ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഷീ ഡിസ്ലൈക്ക് EMI സിസ്റ്റം. ഓക്കെ, അപ്പം അവരുടെ ഒരു എക്കണോമിക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് യു ക്യാൻ ജസ്റ്റ് ലീവ് അല്ലെങ്കിൽ ലീഡ് എ സാറ്റിസ്ഫൈഡ് ലൈഫ് എന്നുള്ളതാണ് ഇവരുടെ ഒരു കൈൻഡ് ഓഫ് തോട്ട്. ഓക്കെ, ഉള്ളത് കൊണ്ട് ലീവ് ചെയ്യാം, അല്ലാണ്ട് ഭയങ്കരമായിട്ടൊരു ലക്ഷറി കാണിച്ച് ജീവിക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല നമ്മുടെ ഓൺ ജെയിൻ. ദെൻ ക്ലെവർ ആൻഡ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ആണെന്ന് പറയാൻ കാരണം ഷീ ഹാസ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ലൈഫ്. കാരണം ലൈഫ് എങ്ങനെ പോകണം അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലേഡി അല്ല നമ്മുടെ ഓൺ ജെയിൻ എന്ന് പറഞ്ഞു. ഷീ ഹാസ് എ വെരി ക്ലിയർ ഐഡിയ അബൌട്ട് ഹൗ ടു സ്പെൻഡ് മണി അല്ലെങ്കിൽ ഹൗ ടു സേവ് മണി, ഹൗ ടു ലീഡ് എ ലൈഫ്. ഓക്കെ, അപ്പോൾ ഷീ ഈസ് ജസ്റ്റ് അഡ്വൈസിങ് ദി യങ് കപ്പിൾ ടു ബി ലൈക്ക് ഹർ, അവരെ പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത്രയധികം പൈസ ദൂർത്തടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു EMI സിസ്റ്റത്തിന് പുറകെ പോകേണ്ട കാര്യമോ ഒന്നുമില്ല. യു ജസ്റ്റ് ഹാവ് ടു ലീഡ് എ ലൈഫ്, ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഓൺ ജെയിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കമ്മിങ് ടു ദി ക്യാരക്ടേഴ്സ് ലൈക്ക് ജാക്ക് ആൻഡ് ജിൽ, ഇവിടെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ്? ഇവരൊട്ടും കൺസേൺഡ് അല്ല, ഒട്ടും ചിന്തിക്കുന്നില്ല, ദേ ആർ നോട്ട് ഹാവിങ് ബ്രെയിൻസ് എന്ന് തന്നെ വേണം പറയാം അല്ലേ. ഒട്ടും ബോധമില്ലാണ്ട് ഒട്ടും ചിന്തയില്ലാണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദെൻ അവർക്ക് മറ്റുള്ളവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ
ഒരു വിചാരമില്ല. കാരണം കെയറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ലവിങ് അവർ തമ്മിൽ പറഞ്ഞ മാതിരി ദേ ആർ ഹാവിങ് എ കൈൻഡ് ഓഫ് റാപ്പോ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഒട്ടും ലവിങ്ങോ അല്ലെങ്കിൽ ഒട്ടും കൺസേൺഡ് അല്ല എന്ന് പറയാൻ നമ്മൾ കാര്യം ലാസ്റ്റിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ദെയർ ബേബി ഈസ് ഓൾസോ ആസ് പെർ ദിസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അപ്പോൾ അവർക്ക് തന്നെ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവരുടെ കുട്ടി വരെ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിലാണ് വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ബേസിലാണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളതെങ്കിൽ എത്രത്തോളം ഇറസ്പോൺസിബിൾ ആണ് ഈ പറഞ്ഞ കപ്പിൾസ്. എത്രത്തോളം എന്താണ് ഫൂളിഷ് മൈൻഡഡ് ആണ് അല്ലെങ്കിൽ നാരോ മൈൻഡഡ് ആണ്, ഒട്ടും ചിന്തിക്കാത്ത, ലൈഫിനെ പറ്റിയിട്ട് ഒരു വ്യൂവും ഇല്ലാത്ത കപ്പിളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഓൺ ചെയ്യുന്ന എക്സാക്ട് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ഒരു എക്കണോമിക് ഐഡിയ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് വെച്ചിട്ട് വൈ ബി മിസ്റ്റർ ടെനന്റ് വെൻ യു ബിക്കം മിസ്റ്റർ ഓണർ. ഒരു പെട്ടെന്ന് ഈസി വേയിൽ ഓണർ ആവാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വാടകക്കാരായി കിടക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു എക്കണോമിക് ഐഡിയ. അവർ സാമ്പത്തികമായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ബാക്കി വരുന്ന പിന്നീടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒന്നും ഇവർ ഒട്ടും തന്നെ കൺസേൺഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ EMI എടുക്കാൻ ലോൺ അടയ്ക്കുന്നു. ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ദേ ആർ ജസ്റ്റ് പേയിങ് ഇറ്റ് ഇൻ ദ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ കാര്യം പറയുമ്പോഴേക്കും ജസ്റ്റ് നോട്ട് ദാറ്റ്. Oh, are you asking for summary? We have done that lot times. Okay, ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഫൈൻ, നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഈ പറയുന്നതിൻ്റെ വഴിക്ക് നമ്മൾ ആ ഒരു സമ്മറി ടച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, യെസ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, അടുത്തൊരു ഇതിലേക്ക് പോവാണ്, ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. ടൈറ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ദ നെവർ നെവർനെസ്റ്റ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ടൈറ്റിൽ നെവർ നെവർനെസ്റ്റ് അത്രയും സിഗ്നിഫിക്കൻ്റ് ആവാൻ കാരണം? നെവർ നെവർനെസ്, കാരണം അവിടെ തന്നെ ദിസ് 2 N അല്ലേ, 3 എണ്ണുകൾ അവിടെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നെവർ നെവർനെസ്റ്റ്, അതായത് നെവർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നെഗറ്റീവ് ടേം ആണ്, ഒരിക്കലും നടക്കാത്ത, ഒരിക്കലും ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ എന്നുള്ളൊരു ഫീലാണ് നമുക്ക് നെവറിൽ കിട്ടുക. അതേ നെവർ തന്നെ എഗെയിൻ ഇറ്റ് ഈസ് റിപ്പീറ്റഡ്, ഒരു എന്നും കൂടെ, ഒരു നെവറും കൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് വി ഹാവ് എന്താണ് ഒരിക്കലും നടക്കാതെ പോകുന്നത് എന്നുള്ളൊരു സിഗ്നിഫിക്കൻസ് ആണ് അവിടെ കിട്ടുന്നത്. അതായത് നെവർ നെവർനെസ്റ്റ്, നെസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് സിംപിളൈസസ് ഹോം അല്ലെങ്കിൽ ഹൗസ്, വീടിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നെവർ ഒരിക്കലും സ്വന്തമാവാത്ത ഒരു വീട്, ശരിയല്ലേ? ഈ പറഞ്ഞ ചാപ്റ്ററിന് അത്രയും ആപ്റ്റായിട്ടുള്ള വേറൊരു ടൈറ്റിൽ ഇനി കിട്ടാനില്ല. കാരണം ഇവർ ഓൾറെഡി ദേ ആർ പേയിങ് ദീസ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഒരിക്കലും അവരുടെ സ്വന്തമാവില്ല. കാരണം ഇവർക്ക് എത്ര നാൾ ഈ പറഞ്ഞ മാതിരി ഇവരുടെ പേയ്മെൻറ്റ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാവും അല്ലേ? സോ ഒരിക്കലും ഇവരുടെ സ്വന്തമാവാത്ത ഒരു വീട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് EMI സിസ്റ്റം. EMI സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ, ഈ ഒരു പ്ലേയിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഓഥർ ഈസ് പുട്ടിങ് ഫോർവേഡ്. ഓക്കെ, യെസ്, ഫൈൻ. അപ്പോൾ ആ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇൽ എഫക്ട്സ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അപ്പോൾ പോസ്റ്റർ മേക്കിംഗ് ആണ് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. കാരണം പോസ്റ്ററാണ്. പോസ്റ്ററിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി കൂട്ടേണ്ട യാതൊരു കാര്യമില്ല. ഏറ്റവും ചെറുതാക്കാൻ പറ്റുമോ, എത്രയും പ്രിസൈസ് ആക്കി ഐഡിയ കൺവേഴ്സ് ചെയ്യാൻ പറ്റുമോ അത്രയും ബെസ്റ്റാണ് നമ്മുടെ പോസ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ, സോ വെനെവർ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ പോസ്റ്റർ, ഒരു പോസ്റ്ററൊക്കെ എഴുതുമ്പോഴേക്കും യു ജസ്റ്റ് ഹാവ് ടു ഡ്രോ എ കോളം, ഒരു കോളം ഇതുപോലെ വരയ്ക്കുക. ദെൻ യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ട്, ഇവിടെ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇൽ എഫക്ട്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിട്ട് യു ക്യാൻ ഗിവ് എ വെരി പ്രിസൈസ് പോസ്റ്റർ, ഒരു ഒന്നോ രണ്ടോ ലൈനിൽ മാത്രം ഒതുക്കുന്ന തരത്തിൽ നിങ്ങളുടെ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് ടൈം, ഞാനത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡ്രോ സംതിങ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അത്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തൊക്കെ ആണെങ്കിൽ ഹൗ ക്യാൻ വി ഡ്രോ അല്ലേ, വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇഫ് യു ആർ ഹാവിങ് ടൈം ദെൻ യു ക്യാൻ ഓൾസോ ഡൂ ദാറ്റ്. ബട്ട് അവിടെയല്ല ശ്രദ്ധിക്കേണ്ടത്, യു ക്യാൻ ഹാവ് ടു മേക്ക് ദർ കണ്ടന്റ് വളരെ നല്ല രീതിക്ക് കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യണം വിത്തിൻ ദിസ് two lines അല്ലെങ്കിൽ 1 or 2 ലൈൻസിൽ അത് കൺവേ ചെയ്യണം. ഓക്കെ, ഇനി നോക്കിയാൽ രണ്ടാമത്തത് സ്പീച്ച് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് ഒരു സ്പീച്ച്. അപ്പോൾ സ്പീച്ച് തുടങ്ങേണ്ടത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കോട്ടൊക്കെ വെച്ചിട്ട് തുടങ്ങാം. ഇഫ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ, നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ, ഇഫ് യു ആർ റിയലി തറോ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ തോട്ട്, അല്ലെങ്കിൽ കോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഇറ്റ്സ് നോട്ട് എ വെരി നെസസറി തിങ്. നമുക്ക് ആദ്യം ചെയ്യുന്ന പോലെ തന്നെ സല്യൂട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സല്യൂട്ടേഷന് ശേഷം
this is my topic. I'm going to present a speech on this topic today. And ഇങ്ങനെ തന്നെയൊക്കെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഹാവ് ബോത്ത് സൈഡ്സ്. ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ദേ ആർ ഹാവിങ്, നമുക്ക് പറഞ്ഞ രീതിക്ക് നല്ലൊരു വെൽ ക്ലാസ് ലൈഫ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റംസ് നമ്മളെ അനുവദിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ഗോട്ട് ദീസ് ആൻഡ് ദീസ് ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു എമൗണ്ട് ഓഫ് സാലറി ഇത്തരത്തിലേക്ക് പോകേണ്ടി വരും. ആൻഡ് ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു പേ ദീസ്, നമ്മുടെ കയ്യിൽ നിന്ന് ആ സാധനം പോയി പോകും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മുടേതാവാത്ത സാധനങ്ങളായിരിക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് വെനെവർ വി ആർ ഔട്ട് ഓഫ് മണി, പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലക്ഷറി കാണിക്കാൻ വേണ്ടിയിട്ട്, ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ മേക്ക് ദറ്റ് സ്പീച്ച്. ആ സ്പീച്ചിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? വി ഹാവ് സ്റ്റഡീഡ് സച്ച് എ സ്റ്റോറി ലൈക്ക് ഒരു 1 act പ്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെവർ നെവർ നെസ്റ്റ്. ആൻഡ് യു ക്യാൻ ആഡ് ഈ പറഞ്ഞ ഒരു എക്സാമ്പിളായിട്ട്, ഈ സ്പീച്ച് പറഞ്ഞു വരുന്ന വഴിക്ക് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ നെവർ നെവർ നെസ്റ്റ്, അതിൽ ജാക്കും ജില്ലും അവരുടെ വീട്ടിലുള്ള സകല സാധനങ്ങളും അതുപോലെ കാറും ഹൗസും അടക്കം എല്ലാം ഇൻസ്റ്റാൾമെൻറ്റിലാണ് മേടിച്ചിട്ടുള്ളത്. സോ അവരുടെ ആൻറ്റി വന്ന് വിസിറ്റ് ചെയ്യാണ്. സോ ഷീ ഈസ് വെരി ആങ്ക്രി സീയിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് ഹാൻഡ് ഓവറിങ് സം മണി ടു ദം. ഇവരുടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പേയബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ഒരു മണിയും പോകുന്നത് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ കുട്ടി ഡെലിവറി ചെയ്ത സമയത്തുള്ള മെഡിക്കൽ എക്സ്പെൻസസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഫിനിഷ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള രീതിക്കാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോറി ഇറ്റ്സ് എ വെരി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ stating the features of installment systems. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോറിയും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം മുന്നോട്ട് നീക്കാൻ. അതല്ലാണ്ട് നിങ്ങൾ സ്പീച്ച് തുടങ്ങുമ്പോഴേ തന്നെ എന്തുകൊണ്ട് എഴുതി വെക്കുന്നത് ജാക്ക് ആൻഡ് ജില്ല് അവരവിടെ പോയി ഇവരെവിടെ പോയി ആൻറ്റി വന്നു എന്നൊന്നും പറഞ്ഞ് യു കാൻ ജസ്റ്റ് മേക്ക് ദാറ്റ് സ്പീച്ച്. ഓക്കെ, അപ്പം തുടങ്ങി ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു വരിക, 1-2 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്തൊരു പാരഗ്രാഫിലേക്കൊക്കെ വരുമ്പോഴേക്കും യു ക്യാൻ ഇൻക്ലൂഡ് നമ്മളിങ്ങനെ ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ട്, ആ സ്റ്റോറിയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ യു ജസ്റ്റ് we all know the bears and bones of installment system. So just pay attention when you are dealing with such things എന്നൊക്കെ പറഞ്ഞിട്ട് you can conclude the speech also and then say thank you. So that is the end of that question. Okay, then അടുത്ത നോക്കിയേ last question from this part. Jack and Jill couldn't remit their EMI properly. Finally, Thrift and Providence Trust Corporation confiscated their property. The news appeared in the Daily next day and prepared the likely news report. Okay, അപ്പം can anyone say the meaning of this question? ഈ ഒരു ക്വസ്റ്റിൻ്റെ മീനിങ് എത്ര പേർക്ക് പിടികിട്ടിട്ടുണ്ട്? Can you just raise your hands? അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ, what is the meaning of this? Oh yes, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. Okay, let me just ask you about this. ഈ പറഞ്ഞ, can you see this question? നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്വസ്റ്റ്യന്? ഇതിൻ്റെ ഒരു മീനിങ്, how can you just make that? Can you just say the meaning of this particular question? Jack and Jill couldn't remit their EMI properly. Finally, Thrift and Providence Trust Corporation confiscated their property. The news appeared in the Daily next day. Prepare the likely news report. Yes, news report എഴുതാനാണ്. Yes, I am repeating this. Okay, news report എഴുതാണ്. That is given. അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ? Can you find any unfamiliar words? Okay, can you find any unfamiliar words? എന്തെങ്കിലും അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്തെങ്കിലും ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വേർഡ്സ് ഏതെങ്കിലും കാണുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഏതെങ്കിലും വേർഡ്സ്, ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല, പക്ഷെ എന്നാലും യെസ് കൺഫിസ്കേറ്റഡ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അത്ര പിടിയില്ലാത്ത, ചിലപ്പം അറിയുന്നവരുണ്ടാവും, ബട്ട് എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടാവുന്ന ഒരു വേർഡാണ് കൺഫിസ്കേറ്റഡ് എന്ന് പറയുന്നത് അല്ലേ? ഇതാ ഓക്കെ, കൺഫിസ്കേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ്. യെസ് കുറേയധികം പേർക്ക് അറിയാം, പക്ഷെ എന്നാലും ചില പേർക്ക് കൺഫ്യൂഷൻ വന്നേക്കാം കൺഫിസ്കേറ്റഡിൻ്റെ മീനിങ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ
ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. അതാ ഫൈനലി ത്രിഫ്റ്റ് ആൻഡ് പ്രോവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ കൺഫിസ്കേറ്റഡ് ദെയർ പ്രോപ്പർട്ടി. അവരുടെ പ്രോപ്പർട്ടി കൺഫിസ്കേറ്റ് ചെയ്തു. അതായത് എന്തായിരിക്കും, അപ്പം തിരിച്ചെടുത്തോണ്ട് പോവുക. അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ പ്രോപ്പർട്ടി മുഴുവൻ മറ്റേ ജപ്തി ചെയ്ത് പോവാന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സെയിം തിങ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആ ഒരു വേർഡ് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ഒരു 2 പ്രാവശ്യം വായിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ മീനിങ് കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പം ആ ഒരു ന്യൂസ്, അതായത് ജാക്ക് ആൻഡ് ജില്ലിൻ്റെ സകല സാധനങ്ങളും ത്രിഫ്റ്റ് ആൻഡ് പ്രോവിഡൻസ് കോർപ്പറേഷൻ അവർ കൺഫിസ്കേറ്റ് ചെയ്തുകൊണ്ട് പോയി, ജപ്തി ചെയ്തുകൊണ്ട് പോയി. ആൻഡ് ദെൻ എന്ത് സംഭവിക്കുകയാണ്, അത് പിറ്റേ ദിവസത്തെ ഒരു ന്യൂസ് റിപ്പോർട്ടായിട്ട് വരികയാണ്. ഓക്കെ, ഹൗ ക്യാൻ ബി ദാറ്റ് പോസിബിൾ ന്യൂസ് റിപ്പോർട്ട്? ഓക്കെ, ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ആദ്യമേ ഒരു ടൈറ്റിൽ കൊടുക്കുക, ദെൻ ബൈ വിച്ച് റിപ്പോർട്ടർ, ഒരു സ്റ്റാഫ് റിപ്പോർട്ടറുടെ പേര് കൊടുക്കുക, ദെൻ പ്ലേസ് നെയിം, ഏത് പ്ലേസിലാണ് നടക്കുന്നതെന്ന് പറയാം. ഇനി താഴത്തേക്ക് വരുമ്പോഴേക്കും എന്താണ്, Thrift and Providence Trust Corporation, they have confiscated the properties of 2 people, a couple named Jack and Jill, and they were having this much of EMI pending, so they just confiscated all these properties from them. അപ്പോൾ ഈ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴേക്കും വേർ, വെൻ, എന്നാണ്, എപ്പോഴാണ്, വൈ, എന്തുകൊണ്ട്, and then what was reason and whom all are involved in this എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോഴേക്കും വളരെ ക്ലിയർ ആൻഡ് ആപ്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ. Oh my God, Sanjay, എവിടെ പോവാണ്? Where are you going? Okay. Yes. Hey, all of you are going. What happened? എല്ലാവരും പോവാണോ? എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞോ? Or are you going to take some rest? കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണോ? Yes, Nishita. ഓക്കെ. ദിൽന, ചായ കുടിക്കാൻ ടൈം ആയല്ലോ അല്ലേ? ഓ മൈ ഗോഡ്, ഞാനൊക്കെ ഇവിടെ ചായ കുടിക്കാതെ നിൽക്കല്ലേ? യു ആർ ജസ്റ്റ്, ഞാൻ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴേക്കും വെറുതെ പോയി ചായ കുടിക്കുക. സോ സാഡ്. നോ ടൈം ഫോർ റെസ്റ്റ്, ആൻഡ് ദെൻ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഓക്കെ ഫൈൻ, നോക്കാം. അപ്പം നമുക്ക് എന്നാലും നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ഇനിയും എന്ത് വരും, പോയട്രിയുടെ ഡിസ്കഷൻസ് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. സോ ജസ്റ്റ് കം ബാക്ക്. പോയട്രിയുടെ ഡിസ്കഷൻ ആകുമ്പോഴേക്കും യു ജസ്റ്റ് കം ബാക്ക്. ഒന്നും അറിയില്ലെങ്കിൽ ദാറ്റ് ഇസ് വൈ വി ആർ ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ പോയട്രിയുടെ അപ്രിസിയേഷൻ ഭാഗങ്ങൾ, മെയിൻ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കഴിയുമ്പോഴേക്കും we'll be just starting that. ഓരോ പോയംസും 5 പോയംസ് ആണുള്ളത്. ആ എല്ലാ പോയംസും നമ്മൾ വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഇത് വേഗം ഒന്ന് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏറ്റവും മറ്റേ ബാലികല മല എന്താണത്? യെസ്, ഹായ് ഹസ്ന, യെസ്. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിൽ ബി ഡിസ്കസിങ് റിപ്പോർട്ടഡ് സ്പീച്ച് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ സീ എന്താക്കും നമുക്ക് നോക്കാം. യെസ്, അപ്പം നോക്കിയേ, അടുത്തത് ഫ്രം ദി ചാപ്റ്റർ വാങ്ക. ഇവിടെ വാങ്കയിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ? ക്യാരക്ടർ സ്കെച്ചുകൾ തന്നെയാണ്. വാങ്കയിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ചസ് ഒന്ന് വാങ്കയുടെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. ദെൻ വാട്ട് എൽസ്? വാങ്ക ഒന്നുണ്ട്. ദെൻ വി ഹാവ് ഗ്രാൻഡ് ഫാദർ. ഇവരുടെ 2 പേരുടെയുമാണ് നമുക്ക് ഏറ്റവും പ്രോബബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കാനുള്ള ക്യാരക്ടർ സ്കെച്ചുകൾ. അപ്പോൾ വാങ്ക ആരായിരുന്നു? വാട്ട് വാസ് ഹിസ് ഏജ്? അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? വാട്ട് വാസ് ഹിസ് നെയിം? വാട്ട് ഈസ് ഹി ഡൂയിങ്? ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? അല്ലെങ്കിൽ വാട്ട് വാസ് ഹിസ് ജോബ്? ഹി വാസ് ഡൂയിങ് ഹിസ് ജോബ് ആസ് എ നൈറ്റ് വാച്ച്മാൻ. സിബറബിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയാം. ആൻഡ് ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 2 ഡോഗ്സ് എപ്പോഴും ഉണ്ടാവും, ഈൽ ആൻഡ് കഷ്ടാങ്ക. ഓരോരുത്തരുടെ സ്പെഷ്യാലിറ്റീസ് പറയാം. ആൻഡ് ഹി യൂസ് ടു ഡ്രിങ്ക്, ഹി യൂസ് ടു മറ്റേ സ്മോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ചെറുതായിട്ട് മറ്റേ മൂക്കിപ്പൊടി വലിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം. ആൻഡ് ഹി യൂസ് ടു പ്ലേ വിത്ത് ദി കുക്സ്. അവിടെ ഉണ്ടായിരുന്ന കുക്സ് അല്ലെങ്കിൽ മെയ്ഡ്സുമായിട്ടൊക്കെ ഭയങ്കര ജോളിയായിട്ട് ചില്ല് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്ന കാര്യമാണ് വെൻ യു ആർ സേയിങ് അബൌട്ട് ഗ്രാൻഡ് ഫാദർ. വാങ്കയുടെ കാര്യമാണെങ്കിൽ വാങ്ക ഇസ് എ സ്മോൾ സ്റ്റോറി ഫ്രം ദി സ്റ്റോറി വാങ്ക. അവിടെ ഹി ഇസ് ഇൻ ഗ്രേറ്റ് ട്രബിൾ ബിക്കോസ് ഓഫ് ഹിസ് മാസ്റ്റർ അലിയാക്കിൻ. ഷൂ മേക്കർ ആയിട്ടുള്ള അലിയാക്കിൻ്റെ വീട്ടിൽ അവൻ ഒരുപാട് സഫർ ചെയ്തിട്ടാണ്
അവൻ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നൗ ഹി ഈസ് ജസ്റ്റ് റൈറ്റിംഗ്, ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. അങ്ങനെയെങ്കിലും കുറച്ച് സ്വസ്ഥത കിട്ടുമല്ലോ, ഈ പറഞ്ഞ ബീറ്റിങ്സോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു തോട്ടിലാണ് നമ്മുടെ വാങ്ക. ഹി ഈസ് ജസ്റ്റ് റൈറ്റിംഗ് ദിസ് ലെറ്റർ ആൻഡ് ഹി ഈസ് എ വെരി മിസറബിൾ ക്രീച്ചർ. ഭയങ്കര മിസറബിൾ ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സങ്കടമൊക്കെ തോന്നും നമ്മുടെ വാങ്കേനെ കാണുമ്പോഴേക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ചുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് വരാനുള്ള അവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അലിയാക്കിനാണ്. അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ വി ആർ ഫെമിലിയർ വിത്ത് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് അലിയാക്കിൻ. അലിയാക്കിൻ്റെ ഫീച്ചേഴ്സ് ഇന്നതൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അയാൾ ഭയങ്കര ക്രൂരനാണ്, വെരി ക്രൂവൽ മാൻ. ഇവനെ ഇങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അവനെ വീടിൻ്റെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് വാങ്കയും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറും തന്നെയായിരിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത്, grandfather comes to know about the sufferings of Vanka at Eliakin's house. He gets disturbed and write a letter of complaint against Eliakin to the inspector of police. Prepare a likely letter. അപ്പോൾ നമ്മൾ സ്റ്റോറി വായിച്ച് നോക്കുമ്പം നമ്മുടെ വാങ്ക എഴുതിയിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അഡ്രസ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ആ ലെറ്റർ അവിടെ എത്തണം എന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണല്ലോ അല്ലെ, തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാം വാട്ട് ഹാപ്പൻസ്. ഗ്രാൻഡ് ഫാദർ ഈ പറഞ്ഞ ലെറ്റർ അദ്ദേഹത്തിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നൗ ഹി ഈസ് ജസ്റ്റ് കംപ്ലൈനിങ്, ഗോയിങ് ടു മേക്ക് എ കംപ്ലൈൻറ്റ് ടു ദി ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് ഇവനെ ഭയങ്കരമായിട്ട് അലിയാക്കിൻ എന്ന് പറഞ്ഞ ഷൂ മേക്കർ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ലെറ്റർ എങ്ങനെയായിരിക്കും, എന്നുള്ളതാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാ കംപ്ലൈൻറ്റ് ലെറ്റർ ആണ്, അത് ഒരു പോലീസ് ഇൻസ്പെക്ടർക്കാണ് എഴുതുന്നത്. സോ ഇറ്റ് വിൽ ബി എ ഫോർമൽ ലെറ്റർ, ഒരു ഫോർമൽ ലെറ്റർ തന്നെയാണ് അല്ലേ, ഒരു ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, സോ വെനവർ യു ആർ റൈറ്റിംഗ് എ ഫോർമൽ ലെറ്റർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫ്രം അഡ്രസ്. ഫ്രം അഡ്രസ് എന്ന് പറയുമ്പോൾ ടു ഹും, ദ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇപ്പോൾ ഏതാണോ സ്ഥലം അവരുടെ ആ പ്ലേസ് നെയിം ഇവിടെ കൊടുക്കുക. അല്ല സോറി, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ല, ഫ്രം എന്ന് പറയുമ്പോൾ ദി ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റിൻ മക്കാരജ്. ഗ്രാൻഡ് ഫാദറിന് പറയുമ്പോൾ യു ക്യാൻ ഗിവ് ദ നെയിം കോൺസ്റ്റാൻറ്റിൻ മക്കാരജ്, പ്ലേസ് നെയിം. ദെൻ യു ക്യാൻ ഗിവ് ഡേറ്റ് എടുത്തത് കൊടുക്കുക. ദെൻ കംസ് ടു അഡ്രസ്, ആർക്കാണോ അയക്കുന്നത് അവിടെയാണ് നമ്മൾ വിൽ ബി ഗിവിങ് ദിസ് തിങ്, വാട്ട് to inspector of police, place name also. Then you can also give the subject. ഇതിന് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക. വാട്ട് ഈസ് ദിസ് സബ്ജക്റ്റ് ഓഫ് ദി ലെറ്റർ? എന്തായിരിക്കും സബ്ജക്റ്റ്? കംപ്ലൈൻറ്റ് അബൌട്ട് ചൈൽഡ് ലേബർ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് അബൌട്ട് എ ക്രൂവൽറ്റി ഡൺ ബൈ എലിയാക്കിൻ ടുവേർഡ്സ് വാങ്ക. അപ്പോൾ ആ സബ്ജക്റ്റ് അവിടെ എഴുതുക. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് സല്യൂട്ടേഷൻ, സർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പം ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ വേണം? ഫ്രം വേണം. ഫ്രം എന്ന് പറയുമ്പോൾ ആരാണോ എഴുതുന്നത്. ദെൻ ഡേറ്റ് കൊടുക്കുക. ദെൻ ടു അഡ്രസ്, ടു ഹും ദ ലെറ്റർ ഈസ് ബീങ് അഡ്രസ്ഡ്. ദെൻ അടുത്തത് സബ്ജക്റ്റ് കൊടുക്കുക. ദെൻ സല്യൂട്ടേഷൻ, സർ കൊടുക്കുക. then you can start the content. ഇന്നതൊക്കെയാണ് ഇന്ന സ്ഥലത്ത് boy named Vanka, he is my grandson and he is suffering under this shoemaker. So I'm just informing you to take it as a complaint and take action against this particular person. So yours faithfully, നിങ്ങൾ ഇതിന് പ്രതികരിക്കും അല്ലെങ്കിൽ you will be taking action എന്നുള്ളൊരു പ്രതീക്ഷയോടെ yours faithfully എന്ന് പറഞ്ഞിട്ട് grandfather constant in my carriage എന്ന് പറഞ്ഞ് you can just stop the letter. Okay, so that's it. That's a format of a formal letter. Clear alle format? Okay, yeah. അപ്പോൾ നോക്കിയേ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇറ്റ്സ് ഓൾസോ എ പോസ്റ്റർ. ഒരു പോസ്റ്റർ മേക്കിംഗ് ആണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. അപ്പോൾ അത് ആ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അഗൈൻ വിൽ ബി ഡ്രോയിങ് ദിസ് കൈൻഡ് ഓഫ് ഒരു കോളം വരച്ചു. ഒരു പോസ്റ്ററൊക്കെ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മളൊരു കോളം വരച്ചു. ചൈൽഡ് ലേബറിനെ പറ്റിയിട്ടാണ്. സോ ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ. അപ്പം അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ചിൽഡ്രൻ ആർ a ഫ്യൂച്ചർ. Children are our future. Save. Stop violence against children. അപ്പം അങ്ങനത്തെയൊക്കെ കൊടുക്കാം. It's just I'm creating this. Stop violence against children.
against children, they are our future. ഇത് കൊടുക്കണമെന്നില്ല, അതിന് പകരം എന്താ, stop violence against children, they are our future. ഇത് കഴിഞ്ഞിട്ട് you can just give like they are our future. Okay, they are our future, stop violence against children. Okay, അങ്ങനത്തെയൊക്കെ നല്ല നല്ല രീതിക്കുള്ള സെൻറ്റൻസസ് യു ക്യാൻ ജസ്റ്റ് ഗിവ്. ഓൾ റൈറ്റ്. ദെൻ അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോസ്റ്റേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് റിയലി സിമ്പിൾ, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. ദെൻ അടുത്തത് നെക്സ്റ്റ് വൺ ഇസ് ഡയറി. ഒരു ഡയറിയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഡയറി എന്ന് പറയുമ്പോൾ ആരുടെ ഡയറി വേണമെങ്കിലും ആവാം. ഒന്നുകിൽ വാങ്കയുടെ ഡയറി ആവാം, അതുമല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡയറി ആവാം. ഇത്തരത്തിലുള്ള ആരുടെ ഡയറി വേണമെങ്കിലും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ യു ജസ്റ്റ് ഹാവ് ടു നോട്ട് ദി സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോമാറ്റ് ഓഫ് ഡയറി, ടൈമും ഡേറ്റും അതുപോലെ തന്നെ ഡിയർ ഡയറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആഡ് ദെൻ ഫസ്റ്റ് പേഴ്സൺ ഐ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഡയറി ഇപ്പോൾ വാങ്കയുടെ ആണെങ്കിൽ വാങ്ക വിൽ ബി ഡിസ്ക്രൈബിങ് ഹിസ് മിസ്ഫോർച്യൂൺസ്. അവൻ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും ആയിരിക്കും വാങ്ക ആ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഡയറിയിൽ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. ആൻഡ് ഗ്രാൻഡ് ഫാദർ ആണ് അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുന്നതെങ്കിൽ ഹി ഈസ് നൗ ഡിസ്റ്റർബ്ഡ്. ചിലപ്പോൾ ഒരു പക്ഷേ ഡിസ്റ്റർബ്, കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് ഇവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പം ഹി ജസ്റ്റ് ഫീൽസ് ഡിസ്റ്റർബ്ഡ്, ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ്, ഭയങ്കര ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ഓൾസോ റൈറ്റിംഗ് എൻ്റെ കൊച്ചുമോൻ, എൻ്റെ ഗ്രാൻഡ് സൺ, ഹി ഈസ് ജസ്റ്റ് സഫറിങ് അണ്ടർ ദാറ്റ് അലിയാക്കിൻ ആൻഡ് ഐ ജസ്റ്റ് സ്യൂ ഹിം, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം ഒരു പക്ഷേ. ആൻഡ് ഗ്രാൻഡ് ഫാദർ ഇസ് ഓൾസോ മേക്കിംഗ് സം ഡിസിഷൻസ്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഗ്രാൻഡ് സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പോകും ആൻഡ് ഐ വിൽ ജസ്റ്റ് മേക്ക് ഹിം എസ്കേപ്പ് ഫ്രം ദാറ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം ഒരു പക്ഷേ. ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് യു ക്യാൻ മേക്ക് ദോസ് ഡയറീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, ന്യൂസ് റിപ്പോർട്ട് ഓഫ് എലിയാക്കിൻസ് അറസ്റ്റ് ഫോർ ചൈൽഡ് ലേബർ. അടുത്തത് എന്താ, എലിയാക്കിൻ നമ്മുടെ വാങ്കയുടെ അടുത്ത് ചെയ്യുന്നത് ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ചൈൽഡ് ലേബർ, കുട്ടിയെ കൊണ്ട് അമിതമായിട്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹമല്ല അയാൾ ഹി ഗെറ്റ്സ് അറസ്റ്റഡ് ഫോർ ദാറ്റ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അയാൾ അറസ്റ്റ് ചെയ്യാണ്. സോ വാട്ട് ക്യാൻ ബി ദി പ്രോബബിൾ ന്യൂസ് റിപ്പോർട്ട്? ഷൂമേക്കർ അറസ്റ്റഡ് ചൈൽഡ് ലേബർ ഫോർ ചൈൽഡ് ലേബർ, അങ്ങനത്തെ ഒരു ടൈറ്റിൽ ആയിരിക്കാം ഒരു പക്ഷേ. ഷൂമേക്കർ arrested for child labor. Okay, this can be a title, ഒരു ടൈറ്റിൽ ആയിട്ട് കൊടുക്കുക. Then ഇവിടെ reporter's name. Okay, reporter's name. Then here place. Okay, place കൊടുത്തു. Then you can start the content. A shoemaker named Aliakin is arrested for child labor. And then ഇനി അടുത്ത ഓരോ സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് ഷൂമേക്കർ ആയിട്ടുള്ള അലിയാക്കിൻ, ഹി വാസ് മേക്കിംഗ് എ സ്മോൾ ബോയ് നെയ്മഡ് വാങ്ക ഡൂയിങ് ഓൾ ദി ഹൗസ് ഹോൾഡ് ജോബ്സ് ആൻഡ് ഹി വാസ് ഡൂയിങ് ദറ്റ് ചൈൽഡ് ലേബർ ആൻഡ് ഹി ഗോട്ട് അറസ്റ്റഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സീനിയേഴ്സും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹി വാസ് മേക്കിംഗ്, ഇനി എന്തൊക്കെ ക്രൂരത്തരങ്ങളാണ് ഇദ്ദേഹം ഇവനോട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ മെൻഷൻ ഹിയർ. ഇനി എവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, എവിടെ, വേർ, വെൻ, എപ്പോൾ, ഹൂ ആരൊക്കെയാണ്, ഹും ആരോടാണ്, വാങ്കയുടെ അടുത്താണ്, ദെൻ വൈ അല്ലെങ്കിൽ ഹൗ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും എല്ലാം ഇറ്റ് ഷുഡ് ബി ആൻസേർഡ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ആൻസേർഡ് ആയിരിക്കണം നമ്മുടെ കോണ്ടന്റിന്റെ ഭാഗത്ത്. ഓക്കെ, യെസ്, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഇനി ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. റിപ്ലൈ ലെറ്റർ ടു വാങ്ക ഫ്രം ഗ്രാൻഡ് ഫാദർ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ ഒരു പക്ഷേ ആ ഒരു ലെറ്റർ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രാൻഡ് ഫാദർ തിരിച്ച് ഒരു ലെറ്റർ എഴുതും അല്ലേ, ഒരു ലെറ്റർ ഡെഫിനറ്റ്ലി അദ്ദേഹം തിരിച്ച് എഴുതും. സോ വാട്ട് ക്യാൻ ബി ദറ്റ് പ്രോബബിൾ ലെറ്റർ? ആ ഒരു ലെറ്റർ എങ്ങനെയായിരിക്കും? അപ്പോൾ അതും ഇൻഫോർമൽ ലെറ്റർ ആണ്, കൊച്ചുമോൻ എഴുതുന്നതാണ്. ഒരു ഗ്രാൻഡ് ഫാദർ കൊച്ചുമോൻ എഴുതുന്ന ഒരു ലെറ്റർ ആണ്. സോ ഇറ്റ് വിൽ ഓൾസോ ബി എ ഇൻഫോർമൽ ലെറ്റർ. അപ്പം അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സിൻ്റെയോ ടു ആൻഡ് ഫ്രമിൻ്റെയോ ഒന്നും ആവശ്യം തന്നെ ഇല്ല. And if you are writing അത് ഉണ്ടെങ്കിൽ you can just give without the name, place മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഡിയർ വാങ്ക, ഹോപ്പ്, ഇനിയിപ്പോൾ ഹോപ്പ് നന്നായിട്ട് സുഖമായിട്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഹോപ്പ് ഓൾ ഓഫ് യുവർ പ്രോബ്ലംസ് വിൽ റിക്കവർ സൂൺ, പെട്ടെന്ന് തന്നെ മാറുമെന്ന് വിചാരിക്കുന്നു, ഐ വിൽ ബി കമ്മിങ് ടു യു. അല്ലെങ്കിൽ അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും all these questions will, so all these statements from that diary will be, letter will be.
അപ്പോൾ അവനെ തിരിച്ചെഴുതുമ്പം നിനക്ക് പ്രശ്നമൊന്നുമില്ല, ഐ വിൽ ബി കമ്മിങ് ടു യു, നീ സുഖമായിട്ടിരിക്കുക, നീ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ട, ഐ വിൽ ബി കമ്മിങ് ടു യു, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അപ്പോൾ അത്രയും ദിവസം നീ എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുക, ഐ വിൽ ബി കമ്മിങ് ബാക്ക് ടു യു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എഴുതുന്ന ഒരു ലെറ്റർ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് വേണം കണ്ടൻസ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇവിടെ നമ്മൾ 2 ഇൻഫോർമൽ ലെറ്റേഴ്സ്, ഒരു ഇൻഫോർമൽ ലെറ്റർ കണ്ടിട്ടുണ്ട്, ദെൻ ഒരു ഫോർമൽ ലെറ്റർ കണ്ടിട്ടുണ്ട്, ദെൻ പോസ്റ്റേഴ്സ് കണ്ടു, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വന്നു, ക്യാരക്ടർ സ്കെച്ച് ഈസ് ഓൾസോ ദർ ആൻഡ് ഡയറി ഈസ് ഓൾസോ ദർ. ഓക്കെ, അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് പോസിബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് വാങ്ക എന്ന് പറയുന്നത്. അടുത്ത നോക്കി ദ കാസ്റ്റവേ, നമ്മുടെ പോർഷൻസിൽ ലാസ്റ്റ് വരുന്ന, നമ്മുടെ നെക്സ്റ്റ് വോളിയത്തിൽ ലാസ്റ്റ് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ കാസ്റ്റവേ എന്ന് പറയുന്നത്. നീൽകാന്ത, കിരൺ, ശരത് ഇവരുടെയൊക്കെ സ്റ്റോറി വരുന്ന ഒരു കഥ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാരക്ടർ സ്കെച്ചുകൾ തന്നെയാണ്. ആദ്യം വി ഹാവ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീൽകാന്ത, ദെൻ കിരണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവാം, ദെൻ അതുപോലെ തന്നെ ശരത് ആരാണ്? കിരണിൻ്റെ ഹസ്ബൻഡാണ്. ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് തന്നെയായിരിക്കും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, മെയിൻലി നീൽകാന്ത ആൻഡ് കിരൺ. ഓക്കെ, അപ്പം നീൽകാന്ത വരുന്നതിന് മുന്നേ കിരണിൻ്റെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് കിരൺ ബിഫോർ നീൽകാന്താസ് അറൈവൽ? അവൾ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുകയാണ്. ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക് ടു ഹർ വില്ലേജ്, ബിക്കോസ് ഇവിടെ ആർക്കും തന്നെയുള്ളടുത്ത് സംസാരിക്കാനൊന്നും ഒരു സെറ്റപ്പ് അല്ല ഇവിടെ ഉള്ളത്. സോ ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക് ടു വില്ലേജ്. ബട്ട് ആഫ്റ്റർ ദി കമ്മിങ് ഓഫ് നീൽകാന്ത എന്താണ്, ഷീ സ്റ്റാർട്ടഡ് ടു ലവ് ലിവിങ് ദർ. അവിടെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ രണ്ടുപേരും നല്ലൊരു റാപ്പോ അവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ടു കെയർ ഫോർ ദിസ് ബോയ്. എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഷീൽ ബി ഇൻ ദി സൈഡ് ഓഫ് ദിസ് ബോയ്. അപ്പം ഈ ബോയ്ക്ക് ഇൻ റിട്ടേൺ എന്ത് മാത്രമായിരുന്നു ചെയ്യേണ്ടത്? ഹി വാസ് എ പാർട്ട് ഓഫ് ദിസ് ഡ്രാമ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ആ ഒരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഹി വാസ് എ ഗ്രേറ്റ് പെർഫോമർ ഓൾസോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവനെ ആക്ട് ചെയ്ത് കാണിക്കുക, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കിരണിന് വേണ്ടിയിട്ട് നീൽകാന്തയ്ക്ക് പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഫുഡ് അതുപോലെ തന്നെ ക്ലോത്ത്സ് എല്ലാം തന്നെ കിരൺ നമ്മുടെ നീൽകാന്തയ്ക്ക് കൊടുക്കുന്നത്. സോ ഷി വാസ് വെരി ലവിങ് ആൻഡ് കെയറിങ് ടുവേർഡ്സ് നീൽകാന്ത. ഇനി അതുപോലെ നീൽകാന്തയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് പറയാവുന്നത് ഹീസ് എ സ്പോയിൽഡ് ബോയ് എന്നുള്ള രീതിക്ക് വേണേൽ പറയാം. കാരണം ആ ഒരു വില്ലേജിലേക്ക് അവൻ വന്നതിന് ശേഷം അവിടുത്തെ ആ ചെറിയ ബ്രാഞ്ച്, ആ വില്ലേജിലെ കുട്ടികളുടെ ഒപ്പം കൂടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് വികൃതിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ശരത്തിൻ്റെ അടുത്ത് ഒരുപാട് വില്ലേജസ് വന്ന് കംപ്ലൈൻറ്റ് പറയുന്ന സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും പറയുന്നത് ഹീ ഈസ് വെരി സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ടുവേർഡ്സ് കിരൺ. കിരണിൻ്റെ അടുത്ത് അവൻ വളരെയധികം താല്പര്യപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ഹീ ജസ്റ്റ് ഫീൽസ് ലൈക്ക് എ സിസ്റ്റർ കൈൻഡ് അല്ലെങ്കിൽ ഒരു മദർ കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് നമ്മുടെ കിരണിൻ്റെ അടുത്ത് തോന്നുന്നത്. ആൻഡ് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഹി ഡസൻറ്റ് ഈവൻ മാറ്റർ ദാറ്റ്, മൈൻഡ് ചെയ്യുക തന്നെ ഇല്ല. പക്ഷേ കിരൺ വാസ് സംതിങ് ടു ഹിം. അപ്പോൾ ആ ഒരു വാല്യൂ അവൻ തിരിച്ചറിയുന്നത് ഹി ബിക്കം ജെലസ്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ജെലസ്. നമ്മുടെ ഭർത്താവിൻ്റെ നമ്മുടെ എന്താണ് ശരത്തിൻ്റെ അനിയൻ വരുമ്പോഴേക്കും കിരൺ ബിക്കം മോർ ക്ലോസ്. കിരണിൻ്റെ ഏതാണ്ട് ഒരു പ്രായക്കാരനായതുകൊണ്ട് തന്നെ കിരൺ കുറച്ചുകൂടെ ക്ലോസ് അവിടേക്ക് ആകുമ്പോഴേക്കും ഹി ജസ്റ്റ് ഫീൽ ജെലസ്. അപ്പോൾ ആ ജെലസി കാണിക്കുന്നത് നമ്മുടെ ആ ഒരു അനിയൻ്റെ അയാളുടെ സോപ്പും അവൻ കുളിക്കാൻ പോകുമ്പോഴേക്കൊക്കെ ഇവൻ പുറകെ ചെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ദേ ഡിഡ്ന്റ് റെക്കഗ്നൈസ്. പക്ഷേ ലാസ്റ്റ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഒരു കൾമിനേഷനിലേക്ക് ഒരു പീക്കിലേക്ക് എത്തുന്ന എപ്പോഴാണ്? നമ്മുടെ ആ പറഞ്ഞ അയാളുടെ ഇങ്ക് ബോട്ടിൽ ഇങ്ക് സ്റ്റാൻഡ് ഇവൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വെക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആ ഒളിപ്പിച്ച് വെക്കുമ്പോഴേക്കും ഹി ജസ്റ്റ് ഫീൽസ് ലൈക്ക് ഞാൻ എന്തോ ഐ ഹാവ് അക്കംപ്ലിഷ് സംതിങ്. പക്ഷേ ലേറ്റർ ഹി ഫീൽസ് എ കൈൻഡ് ഓഫ് ഗിൽറ്റ്. ആ ഗിൽറ്റിൻ്റെ പുറമെയാണ് അവൻ അവിടെ നിന്ന് വീട്ടിൽ വിട്ടൊക്കെ പോകുന്നത്. കാരണം കിരൺ ഹാസ് ഫൗണ്ട് ഔട്ട് എന്ത് സംഭവിച്ചു, കിരൺ ആ ഒരു ഇങ്ക് സ്റ്റാൻഡ് ഇവനാണ് കട്ടെടുത്തതെന്ന് കണ്ടുപിടിച്ചു. സോ നൗ ഹി ഹാസ് ലോസ് ദാറ്റ് കറേജ് ടു ഫേസ് ഹർ. ഇപ്പോൾ അവളെ കാണാനുള്ള ആ കറേജൊക്കെ അവന് പോയിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് ദിസ് ഗിൽറ്റ് ഫീലിംഗ് ഹി ജസ്റ്റ് റൺ അവേ ഫ്രം ഹർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ശരത്തിൻ്റെ ഫീലിംഗ് നമുക്ക് നോക്കണം. ആദ്യമൊക്കെ ശരത്ത് നീൽകാന്ത വന്നപ്പോഴേക്കും ഹി വാസ് വെരി സാറ്റിസ്ഫൈഡ് ബിക്കോസ് കിരൺ വാസ് ഓൾസോ ഹാപ്പി. പക്ഷേ ലേറ്റർ ഹി സ്റ്റാർട്ടഡ് ടു ബിക്കം എ ന്യൂസൻസ് ടു ദി എൻറ്റയർ ഫാമിലി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ക്യാരക്ടർ സ്കെച്ചിനെ ഡീൽ ചെയ്യുമ്പം നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളത്. യെസ്, അടുത്ത നോക്കിയേ. Kiran inquired about the whereabouts of Neelkanta after he had settled down and was feeling relaxed. To prepare a likely conversation between Kiran and the boy. അപ്പോൾ അതാ നമ്മളൊരു കാസ്റ്റവേ ആയിട്ടാണ് നമ്മുടെ ബോയ് നീൽകാന്ത ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവനെ കണ്ടെത്തി ഇവനെ കുറച്ച് ഭക്ഷണവും അതുപോലെ റെഡ് ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവനൊന്ന് റിലാക്സ് ആയപ്പോഴേക്കും കിരണും നീൽകാന്തയും തമ്മിൽ ദേ ആർ ഹാവിങ് എ കോൺവെർസേഷൻ. രണ്ടുപേരും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പോൾ ആ കോൺവെർസേഷനിൽ പ്രോബബ്ലി എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? പ്രിപ്പയർ എ ലൈക്ലി കോൺവെർസേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവാം? എന്താണ് ഇവൻ്റെ വേർ അബൌട്ട്സ് തന്നെ ആയിരിക്കും. വാട്ട് ഇസ് യുവർ നെയിം, വെർ ആർ യു ഫ്രം, what are you part of, ആരാണ് നിൻ്റെ പേരൻസ്, ആൻഡ് ഹൗ ഡിഡ് യു റീച്ച് ഹിയർ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും. ആൻഡ് ദ പ്രോബബിൾ ആൻസേഴ്സ് ഫ്രം നീൽകാന്ത സൈഡ് ആയിരിക്കും ഈ പറഞ്ഞ ഒരു കോൺവെർസേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ,
അടുത്ത നോക്കിയേ, നീൽകാന്ത belonged to a theatrical group and their boat perished in the storm while going to staged a play in the neighboring village. Prepare a news report. അപ്പോൾ ഒരു ബോട്ട് മറിഞ്ഞ ഒരു അപകടം, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബോട്ട് മറിഞ്ഞ തിയേറ്ററിക്കൽ ഗ്രൂപ്പ് ഗോട്ട് എന്താ ചെയ്തു, ദേ വർ സോക്ഡ് അല്ലെങ്കിൽ ദേ വർ ഡ്രോൺഡ് എന്നുള്ള ഒരു ന്യൂസ് വരികയാണ്. സോ കാസ്റ്റവേ അല്ലെങ്കിൽ എന്താണ്, ബോട്ട് പെരിഷ്ഡ്, എ തിയേറ്ററിക്കൽ ഗ്രൂപ്പ് ഡ്രോൺഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം. ദെൻ പ്ലേസ് കൊടുക്കുക. വാട്ട് ഇസ് ദ ടൈറ്റിൽ? ഒരു നെയ്ബറിംഗ് വില്ലേജിലേക്കാണ് പോകുന്നത്. സോ യു ക്യാൻ ഗിവ് എനി ഓഫ് ദി പ്ലേസ് നെയിംസ്. അതിനുശേഷം യു ക്യാൻ ഗിവ് ദ ഡീറ്റെയിൽസ്. എന്തൊക്കെ കൊടുക്കാം ഡീറ്റെയിൽസ്? ഹൂ, വാട്ട്, വേർ, വൈ, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, അവരുടെ ഡീറ്റെയിൽസ്. നമ്മളൊരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് നമ്മൾ പ്രത്യേകം പറയാം അല്ലേ. വാട്ട് ഏജ് ഇസ് ഹി, എന്താണ് അവരുടെ ഏജ്, ആൻഡ് വാട്ട് ആർ ദേ ഡൂയിങ്, അവരുടെ പേരൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കൊടുക്കും. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു ക്യാൻ ഓൾസോ പ്രിപ്പയർ ദിസ് ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഡയറി. ഒരു ഡയറി എൻട്രി ആണ്. ഇറ്റ് ക്യാൻ ബി ദ ഡയറി എൻട്രി ഓഫ് കിരൺ ഓർ നീൽകാന്ത. നീൽകാന്തയുടെയോ അതും അല്ലെങ്കിൽ കിരണിൻ്റെയോ ഡയറി എൻട്രി നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? നീൽകാന്തയാണ് എഴുതുന്നതെങ്കിൽ പ്രോബബ്ലി ഡയറി എപ്പോഴാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് യു എ സിറ്റുവേഷൻ. അതായത് നമ്മുടെ കിരൺ എല്ലാ കാര്യങ്ങളും ഇവൻ കട്ടെടുത്ത ഇൻസ്റ്റാൻ്റ് ഒക്കെ കണ്ടുപിടിച്ചു ആ ഒരു ദിവസം നീൽകാന്ത എഴുതുന്ന ഡയറി ആണെങ്കിൽ എന്തായിരിക്കും അവൻ എങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഐ കാൺ ഫേസ് കിരൺ എന്നുള്ള രീതിക്കായിരിക്കും ആ ഒരു ഡയറി എൻട്രി വരിക. അപ്പോൾ അതും നീൽകാന്തയുടെ പെർസ്പെക്റ്റീവ് ആയി കൂട്ടി തന്നെ വേണം എഴുതാൻ. ദെൻ ഡേറ്റ് ഓൾസോ ഷുഡ് ബി മെൻഷൻഡ്. ഇനി അതുപോലെ തന്നെ കിരൺ ആണ് ആ ഡയറി എഴുതുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ആ ഒരു ദിവസം, അതായത് ഇൻസ്റ്റാൻ്റ് കണ്ടുപിടിച്ച ആ ഒരു ദിവസം, അവൻ്റെ ബാഗിൽ നിന്ന് ആ ഇൻസ്റ്റാൻ്റ് കണ്ടുപിടിച്ച ദിവസം എന്ത് സംഭവിക്കുന്നുണ്ടാവും? എന്തായിരിക്കും ഉണ്ടാവാം? അവിടെയും നമ്മുടെ കിരൺ ഈസ് ഓൾസോ ഫീലിംഗ് എ ബിറ്റ് സാഡ്. കാരണം ഐ ട്രസ്റ്റഡ് ഹിം ബട്ട് നൗ ഹി ഈസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. പക്ഷേ കിരൺ അപ്പോഴും അവനെ ന്യായീകരിക്കാനായിരിക്കാം ഒരു പക്ഷെ നോക്കുന്നത്. കാരണം ഷീ ഓൾവേസ് ലവ് ഹിം. അവൻ ചെറിയ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഇപ്പോഴും നമ്മുടെ നീൽകാന്തിൻ്റെ അടുത്തൊരു കൈൻഡ് ഓഫ് എഫെക്ഷൻ, ഒരു കെയർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും ആ ഒരു ഡയറി എൻട്രിയും വരിക. ഇനി നോക്കിയേ അടുത്തത്, the English club of your school has decided to stage a play based on the story Castaway. Draft a notice informing the public. ഓക്കെ, അപ്പോൾ കാസ്റ്റവേയിൽ ആ ഒരു സ്റ്റോറി നിങ്ങളുടെ സ്കൂളിൽ ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിക്ക് ആ ഒരു പ്ലേ എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുക? അതിൻ്റെ ഒരു നോട്ടീസ് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ നോട്ടീസിൻ്റെ ഫോമാറ്റ് പറഞ്ഞു. ടൈറ്റിൽ കൊടുക്കുക, നോട്ടീസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കുക, സ്കൂൾസ് നെയിം കൊടുക്കുക, ദെൻ പ്ലേയിങ് ദ കാസ്റ്റവേ, ആ കാസ്റ്റവേ ഡ്രമറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. ദെൻ ഡിയർ ഫ്രണ്ട്സ് എന്ത് കൊടുക്കാം? ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു ഡ്രമറ്റൈസ് എ പ്ലേ ദി കാസ്റ്റവേ അറ്റ് വാട്ട് ടൈം, അല്ലെങ്കിൽ വേർ ഇസ് ഇറ്റ് ബീങ് ഗോയിങ് ടു ഹെൽഡ്, എവിടെയാണ് നടക്കാൻ പോകുന്നത്, എപ്പോഴാണ്, ആൻഡ് ഹൂ വിൽ ബി ദി ക്യാരക്ടേഴ്സ്, ഏത് സ്റ്റേജാണ്, ഏത് തിയേറ്ററിക്കൽ ഗ്രൂപ്പായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലയന എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണെങ്കിൽ ദി തിയേറ്ററിക്കൽ ഗ്രൂപ്പ് നെയിംഡ് ആസ് ലയന വിൽ ബി പെർഫോമിംഗ് ദാറ്റ് ഇൻ ദി സ്കൂൾ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത് പെർഫോം ചെയ്യുന്നതെങ്കിൽ ദിസ് വിൽ ബി അറ്റ് സോ ആൻഡ് സോ ടൈം. So that's all, and all of you are invited, and give the date also. Then as a convener you can give by convener all of you are invited എന്ന് പറഞ്ഞിട്ട് you can conclude this part also. Okay, അത് ക്ലിയർ അല്ലേ? യെസ്. യെസ്, സാഡ് മൊമെന്റ് ഓഫ് നീൽകാന്ത. യെസ്, ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വരാനുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പ്രോസ് ലെസൺസ് ആണ്. അതായത് സെക്കൻഡ് വോളിയത്തിൽ വരുന്ന പ്രോസ് ലെസൺസ് ആണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതായത് അതിൽ നിന്ന് പോസിബിൾ ആയിട്ട് വരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നൗ വി ആർ ഗോയിങ് ഫോർ ഓരോ പോയംസിൻ്റെയും സമ്മറി അല്ല, ഒരു അനാലിസിസ് പെട്ടെന്ന് നമ്മൾക്ക് തീർക്കാൻ പറ്റുന്ന. നിങ്ങൾക്ക് പോയംസ് ആണ് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത്. സോ ഓക്കെ, ഫൈൻ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ്. ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പെട്ടെന്നൊരു രീതിക്ക് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഡു യു വോണ്ട് ദ ഡിസ്ക്രിപ്ഷൻ? ഓക്കെ, ഡു യു വോണ്ട് ദ ഡിസ്ക്രിപ്ഷൻ? നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു പോകാം അല്ലേ, ഓരോ പോയിംസിനും എന്താണ് അതിൽ മെയിൻലി വരുന്നത് എന്നുള്ള തീം ഒന്ന് പറയാം. ദെൻ വാട്ട് ഓൾ തിങ്സ്, എന്തൊക്കെയാണ് അതിൽ പോയറ്റിക് ഡിവൈസസ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നാമത് നോക്കിക്കേ, ഐ ഹേർഡ് 1,000 blended notes while in a group I sat
reclined. Okay, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരിക്കൽ ഒരു ഭയങ്കര നേച്ചറിൻ്റെ മടുത്തിട്ടില്ല, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഐ വാസ് സിറ്റിംഗ് there in nature, so I heard ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള കുറേയധികം സൗണ്ട്സ് എനിക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി in that sweet mood when pleasant thoughts bring sad thoughts to me. എന്താ സംഭവിക്കുന്നത്, അത്രയും പ്ലസൻ്റ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന ആ ഒരു മൂഡിൽ എന്ത് സംഭവിച്ചു, ഐ ജസ്റ്റ് മെറ്റ് വിത്ത് സം അൺപ്ലസൻറ്റ്. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറച്ച് അൺപ്ലസൻ്റ് ആയിട്ടുള്ള തോട്ട്സും എൻ്റെ അടുത്തേക്ക് വന്നു. വാട്ട് ഓൾ were there? To her fair works did nature link the human soul that ran through me. അപ്പോൾ എന്താ, എപ്പോഴും നേച്ചർ തൻ്റെ കാര്യങ്ങളിലേക്ക് താൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും മനുഷ്യനെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഓക്കെ, മനുഷ്യൻ എന്തൊക്കെ ക്രൂരത ചെയ്തു കഴിഞ്ഞാലും വാട്ട് ഓൾ ക്രൂവാലിറ്റീസ് മാൻ ഹാസ് പെർഫോംഡ്, അതൊന്നും ഒരിക്കലും വകവെക്കാണ്ട് നമുക്ക് വേണ്ടത് എന്താണോ അതെല്ലാം നമ്മുടെ നേച്ചർ നമുക്ക് തരാറുണ്ട്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. പക്ഷേ അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. കാരണം മനുഷ്യൻ തന്നെ എന്തൊക്കെ ദുഷ്ടത്തരങ്ങളാണ് ഈ പ്രകൃതിയോട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൗ വി ആർ ലിവിങ് ഇൻ എ വെരി വെരി ഡേഞ്ചറസ് കണ്ടീഷൻ. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്കാം. The primrose tufts and that green bower that the periwinkle trailed its wreaths, and it's my fate that every flower enjoys the air it breathes. ഇനി അദ്ദേഹം നമ്മുടെ പോയറ്റ് നേച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്, കുറച്ച് വിഷ്വൽ ഇമേജറീസ് ആണ് നമുക്ക് തരുന്നത്. The primrose tufts and the green bower, അതായത് നല്ല ഗ്രീൻ കളറിൽ നിൽക്കുന്ന ബോസ് ഷാഡോസിൽ ഈ പറഞ്ഞ പൂക്കളൊക്കെ പ്രിംറോസ് സ്റ്റഫ്സുകളും അതുപോലെ തന്നെ പെരിവിങ്കിൾ, അതായത് ഒരു ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. ആൻഡ് ഫോർ ദ പോയറ്റ് എന്താ ഫീൽ ചെയ്യുന്നത്, ദേ ആർ ഓൾ ദീസ് ഫ്ലവേഴ്സ് ആർ ബ്രീത്തിങ് എ ഫ്രഷ് എയർ. നമ്മുടെ എൻവയോൺമെന്റൽ നേച്ചറിൽ നിന്ന് ദേ ആർ ഓൾ ബ്രീത്തിങ് ദിസ് ഫ്രഷ് എയർ. ദെൻ അടുത്ത എന്താ കാണുന്നത്, ഇതൊരു ഭാഗമാണ്. അടുത്ത ഭാഗം നോക്കിയേ. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. സോ അദ്ദേഹം ഇരിക്കുന്നതിന് ചുറ്റും ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്, ദേ ആർ ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ്. അവരിങ്ങനെ നല്ല പൊങ്ങി താന്നും ഒക്കെ പറക്കുന്നുണ്ട്, അവർ കളിക്കുന്നുണ്ട്. ആൻഡ് ദെയർ തോട്ട്സ് ഐ ക്യാൻ നോട്ട് മെഷർ. അവരെന്താ ചിന്തിക്കുന്നതെന്നൊന്നും നമ്മുടെ പോയറ്റിന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഹാവിങ് എ സെപ്പറേറ്റ് കൈൻഡ് ഓഫ് ലാംഗ്വേജ്. അവരെന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. ബട്ട് അവരെങ്ങനെ മൂവ് ചെയ്യുന്നത്, അവർ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ദേ ആർ ഹാവിങ് എ ഹാപ്പിനെസ്. അവരെന്തായാലും സന്തോഷവാന്മാരാണ്, അവർക്ക് പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നുമില്ല. ഓൾ ഓഫ് ദം ആർ വെരി ഹാപ്പി നൗ. ഇനി നോക്കിയേ. The budding twigs spread out their fan to catch the breezy air. അടുത്ത എന്താ, പുതുതായിട്ട് ചെറുതായിട്ട് ഉണ്ടായി വരുന്ന മരത്തിൻ്റെ ചില്ലകളൊക്കെ എന്താ, അവരവരുടെ വിങ്സ് ഒക്കെ എന്താണ് ഇങ്ങനെ സ്പ്രെഡായിട്ട് ചെയ്ത് നിൽക്കുകയാണ്, കുറച്ചുകൂടെ ഇങ്ങനെ വിടർത്തി നിൽക്കുകയാണ്. വലുതാകുമ്പോഴേക്കും മരങ്ങൾ വലുതാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അതിന് ബ്രാഞ്ചസ് കൂടും അല്ലേ. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് അവിടെ പോയിട്ട് പറയുന്നത്, ടു ക്യാച്ച് ദ ബ്രീസി എയർ. നല്ല രീതിക്ക് എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ that there was pleasure there. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നതിലും അവരും എന്ത് ചെയ്യുന്നുണ്ട്, എ കൈൻഡ് ഓഫ് ഹാപ്പിനെസ്, ഒരു കൈൻഡ് ഓഫ് പ്ലഷർ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി ട്രീകൾ അവർ വലുതാവുമ്പോഴും they are also getting a kind of pleasure. Then if this belief from heaven be sent, if such a nature's holy plan, have I not reason to lament, but man what has man made of man. എന്ത് സംഭവിക്കുകയാണ്, ഇത്രയൊക്കെ നേച്ചർ വളരെയധികം ഒരു ഹോളി പ്ലാനാണ് ഉണ്ടാക്കിയത്. കാരണം നേച്ചർ ഹാസ് ദിസ് പ്ലാൻ ദറ്റ് ദേ ഷുഡ് ലിവ് എ ലൈഫ് ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റിങ് രണ്ട് കൂട്ടർക്ക്. അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഹ്യൂമൻസിന് കൊടുത്ത് ഹ്യൂമൻസിൽ അങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വളരെ നല്ല ലിങ്ക് ചെയ്ത് നല്ല ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് നേച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, പോയറ്റ് ഈസ് ലെമൻറ്റിങ്. പോയറ്റ് വിലപിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാ, മനുഷ്യൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഹി ഈസ് ജസ്റ്റ് കണ്ടിന്യൂയിങ് ഹിസ് ക്രൂവാലിറ്റീസ്. മനുഷ്യനും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹി കണ്ടിന്യൂസ്ലി ഡസ് ദാറ്റ് തിങ്. ഒരിക്കലും നിർത്താണ്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നമ്മളിനി ഫൈൻ ഓക്കെ, നമ്മളിനി അടുത്തത് പോയറ്റിക് ഡിവൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ കേട്ടോ. യെസ്, ദ ക്രൂവാലിറ്റി ഓഫ് മാൻ ടുവേർഡ്സ് നേച്ചർ തന്നെയാണ് ഇതിൻ്റെ തീമായിട്ട് വരിക കേട്ടോ. ഒരിക്കലും അല്ല, ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്രൂവാലിറ്റി ഓഫ് മാൻ ടുവേർഡ്സ് നേച്ചർ. നേച്ചർ എപ്പോഴും നമ്മളുമായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ഡിമാൻഡ് വെക്കുക. പക്ഷേ മനുഷ്യനാണ് ഇപ്പോഴും ഈ പറഞ്ഞ രീതിക്ക് പ്രകൃതിയോട് ക്രൂവാലിറ്റി കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ദ പോയറ്റിക് ഡിവൈസസ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഫസ്റ്റ് പോയറ്റിക് ഡിവൈസ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ.
അപ്പം I heard 1,000 blended notes. അതായത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒറ്റ സമയത്ത് ഇപ്പം നിങ്ങൾ എത്ര വലിയ ഭംഗിയുള്ള സ്ഥലത്ത് പോയിരിക്കുകയാണെങ്കിലും ഒരു 10,000 സൗണ്ട്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കാൻ പറ്റുമോ? ശരിയാണ്, കിളികൾ കരയുന്നുണ്ടാവും, ചീടുകൾ ചിലയ്ക്കുന്നുണ്ടാവും, ഫ്രോഗ്സിൻ്റെ ഒച്ച ഉണ്ടാവും. എന്നാലും ഈ 10,000 സൗണ്ടുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണോടോ? നമ്മൾ ഒരുപാട് പറഞ്ഞ രീതിക്ക് ഒറ്റയടിക്ക് ഈ പറഞ്ഞ ഒരുപാട് സൗണ്ട്സ് കേൾക്കാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. സോ ഹിയർ ദി പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇസ് ഹൈപ്പർബോൾ. ഓക്കെ, ദാ ഒന്ന് നോക്കണേ. ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇസ് ഹൈപ്പർബോൾ. ഓക്കെ, ഹൈപ്പർബോൾ. അതായത് ഹൈപ്പർബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാജറേഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, സംഭവം ശരിയാണ്, പക്ഷെ നമ്മൾ അതിനെ ഒരു 4 ഇരട്ടിയായിട്ട് കാണിക്കുക. ഒരു പക്ഷികളുടെ ഒരു 10-20 പക്ഷികളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ എന്താണ് ഇവിടെ ഒരു 10,000 സൗണ്ടുകൾ ഒരുമിച്ച് കേൾക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ എക്സാജറേഷൻ, ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഹൈപ്പർബോൾ. ഓക്കെ, ഒന്നാമത്തെ ക്ലിയർ ആണോ? ഹൈപ്പർബോൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. അടുത്തത് നമുക്ക് പറയാവുന്നത് കുറച്ച് വിഷ്വൽ ഇമേജസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ കാണുന്ന പോലെ, നമ്മൾ നേരിട്ട് കാണുന്ന പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമേജസിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജസ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനത്തേക്കായിരിക്കും? ദാ ത്രൂ പ്രിംറോസ് ടഫ്സ്, ദ ഗ്രീൻ ബോവർ, ദ പെരിവിങ്കിൾ ട്രെയിൻസ്, ഇതൊക്കെ നമ്മൾ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ ഫ്ലവേഴ്സിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓൾ ഓഫ് ദീസ് ആർ വിഷ്വൽ ഇമേജറീസ്. ഓക്കെ, വിഷ്വൽ ഇമേജസ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിയ ഇത് ഇത്രയുമാണ് ഈ പറഞ്ഞ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ രീതിക്ക് വിഷ്വൽ ഇമേജറീസ് ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ് വാട്ട് എൽസ്? പേഴ്സണിഫിക്കേഷൻ. എന്താണ് പേഴ്സണിഫിക്കേഷൻ വരിക? ഇത് തന്നെയാണ് ഫസ്റ്റ് വൺ പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ വരാം. പേഴ്സണിഫിക്കേഷൻ എന്താണ്? To her fair works did nature link. To her fair works did nature link. Any every flower, the അടുത്ത് നോക്കിയേ, every flower, every flower enjoys the air it breathes. സാധാരണഗതിയിൽ this is also an example for personification. ഓക്കെ, സാധാരണഗതിയിൽ ഈ പറഞ്ഞ മാതിരി ഫ്ലവേഴ്സ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ ബ്രീത്ത് ചെയ്യാറുണ്ടോ? നോ, ബട്ട് ഹിയർ ഇറ്റ് ഇസ് പെർസണിഫൈഡ്. ഫ്ലവേഴ്സും ബ്രീത്ത് ചെയ്യുന്നതായിട്ട്. പെർസണിഫിക്കേഷൻ എന്താണ്? ഒരു ഹ്യൂമൻസിന് ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അത് നോൺ ഹ്യൂമൻ ആയിട്ടില്ല, ജീവനില്ലാത്ത ആൾക്കാർക്കും കൂടെ അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ പെർസണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. ഇനി നോക്കിക്കേ, ഇനിയും പെർസണിഫിക്കേഷൻ എക്സാമ്പിൾസ് നമുക്ക് വരുന്നുണ്ടോ? എന്താണ്? The budding twigs spread out their fan. എന്താ ഫാൻ ഒക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ മീൻസ് അവരുടെ ബ്രാഞ്ച് ഒക്കെ അവരിങ്ങനെ വിരിച്ച് പിടിച്ച് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിരിച്ച് പിടിച്ച് നിൽക്കുമെന്നല്ല, ഇറ്റ് ഈസ് ദി യൂഷ്വൽ ടെൻഡൻസി ഓഫ് എ ട്രീ. ഒരു ട്രീ വളർന്നു വരണമെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് വളർന്നു വരിക, അല്ലേ? സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ വാട്ട്? ടു ക്യാച്ച് ദ ബ്രീസി എയർ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കൈയൊക്കെ ഇങ്ങനെ വിരിച്ച് നിർത്തി പിടിച്ചേക്കുന്നതെന്നാണോ പറയുന്നത്? അപ്പോൾ അത് ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ personification. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതാ പേഴ്സണിഫിക്കേഷൻ കഴിഞ്ഞു. വി ഹാവ് വൺ മോർ തിങ്, ദാറ്റ് ഈസ് അലിട്രേഷൻ. എന്താണ് അലിട്രേഷൻ? സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സൗണ്ട്സ് ഒരേ ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക. അതാ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ദീസ് പോയം ഇസ് എൻഡിങ് വിത്ത് എ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഇതൊരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. എന്താ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ചോദ്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങൾ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്താണ് അതിൻ്റെ ഉത്തരം? മാൻ്റെ ക്രൂവലിറ്റി കാരണം നമ്മൾ നേച്ചറിനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എന്നാലും പോയത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ദീസ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഡ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതിലെ പോയറ്റിക് ഡിവൈസസ് ക്ലിയർ ആയോ? ക്ലിയർ അല്ലേടോ? അപ്പോൾ ഇത്രയാണ്. ഒന്നാമത്തേതിൽ ഹൈപ്പർബോൾ വരുന്നുണ്ട്, പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട്, ദെൻ വിഷ്വൽ ഇമേജസ്, ദെൻ അലിട്രേഷൻ ആൻഡ് ദെൻ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, പോയത്തിന് നിങ്ങൾക്ക് അപ്രിസിയേഷന് ഹെഡിങ്സ് കൊടുക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ I hope this one is clear for you. Shall we go for the next one? അടുത്തതിലേക്ക് പോയാലോ? Okay, അടുത്ത poem എന്ന് പറയുന്നത് it is blowing in the wind. Yeah. അപ്പോൾ നോക്കിയാൽ I'll be just summarizing എന്താണ് ഇതിൽ പറയുന്നതെന്ന് ഉള്ളത് പെട്ടെന്ന് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു പോയമാണ്. അപ്പോൾ ഈ ഒരു തീമിൽ തന്നെയാണ് ഈ പോയത്തിൻ്റെ എൻറ്റയർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. How many roads must a man take? How many roads must a man walk down before you call him a man? Okay. How many seas must a white dove sail before she sleeps in the sand? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? How many roads must a man walk down before you call him a man? അപ്പോൾ എത്രത്തോളം റോഡുകൾ ഒരു മനുഷ്യൻ നടന്നാലാണ് അയാളെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുക? വാട്ട് ഇസ് ദാറ്റ്? എന്തായിരിക്കും അതിൻ്റെ മീനിങ്? അതായത് ഒന്നുകിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടായാലാണ് അവനെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, പ്രായം കൂടിയവർക്ക് they'll be having more life experience, കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അപ്പം ഇനിയും എത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ് വേണം ഒരു മനുഷ്യനെ ഒരു ട്രൂ മാൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് കണക്കാക്കാൻ? അടുത്ത് നോക്കിക്കേ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഹൗ മെനി റോഡ്സ് എന്നോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാറിനെയും അല്ലെങ്കിൽ ബാറ്റിൽസിനെ. ഇനിയും എത്ര യുദ്ധങ്ങൾ ചെയ്യണം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ആണിനെ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു മാനിനെ ഒരു യഥാർത്ഥ മാനായിട്ട് കണക്കാക്കാൻ? അപ്പം എത്ര യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരണം അല്ലെങ്കിൽ എത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ് അയാൾക്ക് ഇനിയും വേണം ഒരു മാൻ എന്ന് വിളിക്കപ്പെടാൻ? How many seas must a white dove sail before she sleeps in the sand? ഇനിയും എത്ര കാലം സെയിൽ ചെയ്യണം in order to reach freedom? ഈ പറഞ്ഞ രീതിക്ക് മനുഷ്യൻ ഇനിയും എത്ര യുദ്ധങ്ങൾ ചെയ്യണം ഈ പറഞ്ഞ പോലെ ഒന്ന് ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? And then, yes, and how many times must a cannonballs fly before they are forever banned? ഇവിടെ ക്യാനൻ ബോൾസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ബാറ്റിലിന് അല്ലെങ്കിൽ വെപ്പൺസിനെയാണ്. ഇനിയും എത്ര കാലം യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ തോക്കെടുത്താൽ അല്ലെങ്കിൽ വെപ്പൺസ് ഉപയോഗിക്കണം അവരെയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഉപേക്ഷിക്കാൻ പാകത്തിന് എന്നത്തേക്കാണ്, എത്ര കാലം അത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു പീസ് കിട്ടുക, ഒരു സമാധാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? The answer, my friend, is blowing in the wind. The answer is blowing in the wind. So the answer for all these questions, it is around us. നമ്മുടെ ചുറ്റും അതൊരു വിൻഡിൽ ബ്ലോ ചെയ്ത് നടക്കുന്നുണ്ട്. What we have to do is we just have to grab it. കണ്ടുപിടിക്കണം, തിരിച്ചറിയണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത നോക്കിയേ. Yes, and how many years can a mountain exist before it is washed to the sea? ഓക്കെ, ഇനി എത്ര കാലമാണ് മൗണ്ടൻ എക്സിസ്റ്റ് ചെയ്യുക? ഒരു മല എത്ര കാലം നിൽക്കാൻ പറ്റും ബിഫോർ ഇറ്റ് ഇസ് വാഷ്ഡ് ബൈ ദ സീ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മൗണ്ടൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി ഈഗോ ഓർ പ്രൈഡ് ഓഫ് ദി ലീഡേഴ്സ്. അതായത് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാൻ മിക്കവാറും കാരണം ഒന്നുകിൽ ഓരോ നാടുകളിലെയും ലീഡേഴ്സിൻ്റെ പ്രൈഡ് അല്ലെങ്കിൽ അവരുടെ ഈഗോ തന്നെയായിരിക്കും. അപ്പം എത്ര കാലമാണ്, ഇനിയിപ്പോൾ എത്ര ഈഗോ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കൽ അറ്റ് ദി എൻഡ് ഓഫ് ദെയർ ലൈഫ് ദേ വിൽ ബി സഫറിങ് ഡെത്ത് അല്ലെങ്കിൽ ദേ വിൽ ബി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഡെത്ത്. അവർ മരിക്കും. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ഇനിയും എത്ര നാൾ ഇവരുടെ ഈ ഈഗോസ് അല്ലെങ്കിൽ പ്രൈഡുകൾ അവർ മൗണ്ടൈൻ പോയാൽ നിലനിൽക്കും? ഫൈനലി ഇറ്റ് വിൽ ബി വാഷ്ഡ് ഓഫ് ബൈ ദ സീ. എങ്ങനെയാണെങ്കിലും മരണം അവയെ കീഴടക്കാൻ തന്നെയുള്ളതല്ലേ? എത്ര കാലം ഇത് ഇനിയും മുന്നോട്ട് പോകും? ആൻഡ് യെസ്, ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? ഇനിയും ചോദിക്കുകയാണ് ഇവിടെ ആഫ്രിക്കൻ അമേരിക്കൻസ് തമ്മിലുള്ള അവർക്ക് തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കറക്റ്റായിട്ടാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും എത്ര കാലം മനുഷ്യൻ അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രീഡം ഇല്ലാതെ അവർ എത്രയും കാലം ഇനിയും ജീവിക്കണം? ഇനി ആൻഡ് യെസ്, ഹൗ മെനി ടൈംസ് ക്യാൻ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ? ഇനിയും എത്ര കാലം മനുഷ്യൻ തൻ്റെ ചുറ്റും നടക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ കണ്ടിട്ടും ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്നുള്ള രീതിക്ക് അഭിനയിക്കണം? എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം? ആൻഡ് ദി ആൻസർ ഇസ്, മൈ ഫ്രണ്ട്, ഇസ് in the wind, and the answer is blowing in the wind. So the answer is still around us. ഇപ്പോഴും നമ്മുടെ ചുറ്റിനും തന്നെയുണ്ട്. What we have to do is we just have to pay attention. നമ്മളത് ഗ്രാബ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. And yes, how many times must a man look up before he can see the sky? Sky എന്നോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് it means the freedom. ഓക്കെ, ഫ്രീഡത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയും എത്ര കാലം ഒരു മനുഷ്യൻ മേലോട്ട് നോക്കണം അല്ലെങ്കിൽ സ്കൈയിലേക്ക് നോക്കണം in order to achieve their freedom? And how many years must one man have before he can hear people hear? ഇനിയും എത്ര കാലം ആൾക്കാർ ഫ്രീഡത്തിന് വേണ്ടി കരയുന്ന കരച്ചിലുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം? And how many deaths will it take to
till he knows that too many people have died. അപ്പം ഈ രാഷ്ട്രത്തലവന്മാർ അല്ലെങ്കിൽ ലീഡേഴ്സ് അവരിനിയും എത്ര ആൾക്കാരുടെ മരണങ്ങൾ കാണണം, ഇത് വളരെയധികം എക്സീഡ് ചെയ്തിട്ട് ഇത് എപ്പോഴെങ്കിലും നിർത്താനായിട്ടുള്ളത് എന്നൊരു ബോധം അവർക്ക് എപ്പോഴാണ് ഇനി വരിക. ഇവിടെ എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് സ്റ്റിൽ അറൗണ്ട് us, we just have to find it, we just have to grab it. ഓക്കെ, ഇനി നോക്കിയേ, ഇതിൽ നമുക്ക് we have some what poetic devices. ആദ്യത്തെ തന്നെ നോക്കിയേ, ഇവിടെ റോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. How many roads must a man walk down? അവിടെ ഉദ്ദേശിക്കുന്നത് the life experiences. So it is a metaphor. Okay, എത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ്, റോഡ്സ് എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ദ ലൈഫ് എക്സ്പീരിയൻസസ് ദാറ്റ് എ മാൻ നീഡ്, എത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ് ഒരു മനുഷ്യന് ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മെറ്റഫർ. ഇനി നോക്കിക്കേ, അടുത്തത് ഇവിടെ ക്യാനൻ ബോൾസ് ഫ്ലൈ. ക്യാനൻ ബോൾസിന് ശരിക്കും പറക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. ഇവിടെ പക്ഷേ ആ വെപ്പൺസ് പറക്കുന്നു, അല്ലെങ്കിൽ തോക്കിൽ നിന്ന് ഉണ്ട പോകുന്നതിനെ അത് പറക്കുന്നതായിട്ടാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ കൈൻഡ് ഓഫ് personification. ഓക്കെ, സോ ദിസ് ഇസ് പേഴ്സണിഫിക്കേഷൻ. അപ്പോൾ എത്രത്തോളം ഇനിയും നമ്മൾ വെപ്പൺസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കാലം വരെ നമ്മൾ ഇനിയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, വെപ്പൺസ് യൂസ് ചെയ്യണം, നമ്മുടെ ഈ പറഞ്ഞ മാതിരി എന്താണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പീസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ അടുത്ത് നോക്കിക്കേ, ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട്, അതായത് പാരഡോക്സ്. ഒരു പാരഡോക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഓപ്പോസിറ്റ്സ്. നമ്മുടെ മുന്നിൽ കാര്യങ്ങളുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? The answer is my friend is blowing in the wind. The answer is നമ്മുടെ മുന്നിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാര്യം നമ്മുടെ മുന്നിൽ സാധനമുണ്ട്, നമുക്ക് മുന്നിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കിതൊന്നും കാണുന്നില്ല. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പാരഡോക്സ്. ശരിക്കും നമ്മുടെ മുന്നിൽ കാര്യങ്ങളുണ്ട്, ബട്ട് നമ്മളതൊന്നും കാണുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് അവിടെ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് പാരഡോക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മെയിൻലി റിപ്പീറ്റ് ചെയ്യാൻ ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ വി ഹാവ് സം റെട്രിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മുടെ അടുത്ത് നമുക്ക് അറിയുന്ന രീതിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് അറിയുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. സെയിം ആൻസേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിരുന്നുണ്ട് ഒരുപാട്. ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻ, ഇത്രയും കാലം ബാൻ ചെയ്യുന്നതിന് മുന്നേ വാട്ട് ഷുഡ് വി ഡു. ഇനി അടുത്തത് നോക്കിയേ, ദീസ് ആർ റിപ്പറ്റേഷൻസ്. 2 ലൈൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന 2 ലൈൻ. അങ്ങോട്ട് പോകുമ്പോഴും വി ക്യാൻ സീ ദിസ് റെപ്പറ്റീഷൻ. എന്തുകൊണ്ടായിരിക്കും റെപ്പറ്റീഷൻ നമ്മളിവിടെ കൊടുക്കുന്നത്? ഇൻ ഓർഡർ ടു എംഫസൈസ് ദിസ് പെർട്ടിക്കുലർ തിങ്. ഒന്നുകൂടെ പോയിന്റ് ഒന്ന് ഇരുത്തി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രീതിക്ക് റെപ്പറ്റീഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. യെസ്, ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയാണ് എന്താണ് നമ്മുടെ വിച്ച് ചാപ്റ്റർ, ദിസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ പ്രൊഫൈൽസ് നിങ്ങൾക്ക് ആരുടെ വേണേലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ പ്രൊഫൈൽ വരുമ്പോൾ നമുക്ക് യു ജസ്റ്റ് ഹാവ് ടു ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്യുക. അത് യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർഡ്സ് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ടൈം ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ജനിച്ചതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് മാത്രമേ അവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് വി ഹാവ് ദി നെക്സ്റ്റ് പോയം, ദി ബലാഡ് ഓഫ് ഫാദർ ഗെല്ലിഗൻ. നല്ല രസമുള്ളൊരു പോയമുണ്ട്. കുറച്ച് ലോങ് ആണെന്ന് നമുക്ക് തോന്നും, ബട്ട് ദിസ് ഇസ് സിമ്പിൾ വൺ. ഓക്കെ, the old priest of Gelligan was weary night and day, and half of his flock were in their beds and or under green swords lay. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ നമ്മുടെ ഫാദർ ഗെല്ലിഗൻ ഹി ഈസ് വെരി ടയർഡ് ആൻഡ് നൗ ഹി ജസ്റ്റ് വാണ്ടഡ് ടു സ്ലീപ്പ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇത്രയും ടയർഡ് ആയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ പാരിഷ്നേഴ്സ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള എല്ലാവരും ഡെത്ത് ബെഡിലാണ്, എല്ലാവരും ഒരു അസുഖം ബാധിച്ച് കിടപ്പിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ അന്തിമ ഉപചാരങ്ങൾ അല്ലെങ്കിൽ അന്തിമ കർമ്മങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന നമ്മുടെ പീറ്റർ ഗെല്ലിഗൻ ഹി ഈസ് നൗ വെരി ടയേർഡ്. നോക്കിയേ, once while he nodded in a chair and the moth hour of the eve, another poor man sent for him and he began to grieve. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം തൻ്റെ ചെയറിലിരുന്ന് വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് another news has got. എന്തായിരുന്നു? അടുത്ത ഒരാളും കൂടെ തൻ്റെ ഇടവകയിൽ മരിച്ചിട്ടുണ്ട്. and he just started to grieve. അദ്ദേഹത്തിന് സങ്കടമായി തുടങ്ങി, ഗ്രീവ് ചെയ്യാൻ തുടങ്ങി. and have no rest nor joy nor peace, and for the people die and die. and after cried he, God forgive my body, spake not I.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്താ ഇവിടെ പറയുന്നത്, അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് സങ്കടപ്പെടുന്ന ഒന്നാമത് അയാൾ മരിച്ചു, മാത്രമല്ല അദ്ദേഹം ഒരു റെസ്റ്റും ഇല്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മരിച്ചു, അടുത്ത ആളുടെ അടുത്തേക്ക് ഞാൻ ഒരു സമാധാനവുമില്ല, എനിക്കൊരു റെസ്റ്റുമില്ല, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ റിയലൈസേഷൻ ഉണ്ടായത്, സോറി ഞാനൊരു പുരോഹിതനാണ്, ഐ എം എ പ്രീസ്റ്റ്, സോ ഐ ഡോണ്ട് ഹാവ് ടു ടോക്ക് ലൈക്ക് ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് മൈ ഡ്യൂട്ടി, എൻ്റെ ഡ്യൂട്ടിയാണ്, സോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ഹി ജസ്റ്റ് ആസ്കിങ് ഫോർ ദാറ്റ്, എന്താണ് ദൈവത്തിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണോ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. And he knelt and leaning on the chair prayed and fell asleep and the mortar went from the field and the stars began to peep. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങി ക്ഷീണിച്ചു പോയി, ഒരുപാട് ക്ഷീണമുള്ളതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഈവനിങ് ഒക്കെ കഴിഞ്ഞു, ഏതാണ്ട് രാത്രി സമയമായി. സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാർസ് പീപ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി. നക്ഷത്രങ്ങൾക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റുമോ? സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പേഴ്സണിഫിക്കേഷൻ. ഓക്കെ, ഇനി ദ ലീനിങ് ഓൺ ദ ചെയർ, അതുപോലെ തന്നെ മോട്ടർ ഫ്രം ദ ഫീൽഡ്സ്, ഈ പറയുന്നതൊക്കെ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജസ് ആണ് നമ്മളിവിടെയൊക്കെ കാണുന്നത്. ഓക്കെ, ഇനി they millionly slowly into millions grew, the leaves shook in wind. This is also an example for imagery, visual imagery. Okay, and the God covered the world with shade and whispered to the mankind. So everyone is asleep now. രാത്രിയായി, ഇരുട്ടായി, ചെറിയ ഇലകളൊക്കെ അനങ്ങുന്ന ഒച്ചകൾ മാത്രമേ ഇപ്പം നമുക്ക് കേൾക്കാനുള്ളൂ. Then upon the time of sparrows chirp and when the moths came once more and the wall priest Peter Gilligan stood upright on the fall. പിന്നെന്തായി, രാത്രി കടന്നുപോയി, വീണ്ടും രാവിലെ ആയി, സ്പാരോസ് ചിപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും ദാറ്റ് ഇസ് എൻ ഓഡിറ്ററി ഇമേജ് അല്ലേ, ഓഡിറ്ററി ആണ്, സൗണ്ട് കേൾക്കുന്നതാണ് ഓഡിറ്ററി. ഓക്കെ, ആൻഡ് ദെൻ വീണ്ടും രാവിലെ ആയി, രാവിലെ ആയപ്പോഴേക്കും പീറ്റർ ഗലിഗൻ വേഗം എഴുന്നേക്കുകയാണ്. ആൻഡ് അവിടെ അദ്ദേഹം കേൾക്കുന്നത് എന്താ, മാവ്രോൺ മാവ്രോൺ, റെപ്പിറ്റേഷൻ, സെയിം വേർഡ് ഇസ് റിപ്പീറ്റഡ്. ഓക്കെ, അദ്ദേഹം മരിച്ചു എന്നുള്ള, ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം വിളിച്ചുകൊണ്ട് പോയ ആൾ മരിച്ചു എന്നുള്ളൊരു ന്യൂസാണ് അദ്ദേഹം കേൾക്കുന്നത്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു റൈഡ് ഹിസ് ഹോഴ്സ് വിത്ത് വെരി ലിറ്റിൽ കെയർ. സ്ട്രൈഡ് ഹോഴ്സ്, ആ ഹോഴ്സ് റൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇറ്റ് ഈസ് ഓൾസോ വിഷ്വൽ ഇമേജറി. ആൻഡ് ഹി റോഡ് ആസ് ഹി നെവർ റോഡ്, ഇതുവരെ ഓടിക്കാത്തത് പോലെ അത്രയും അധികം സ്പീഡിലാണ് അദ്ദേഹം ഓടിക്കുന്നത്. റോക്കി ലെയിൻ ആൻഡ് ഫെൻ, വിഷ്വൽ ഇമേജറി. ഓക്കെ, then the sick man's wife opened the door. Father, you come again. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ വൈഫ് ചോദിക്കുകയാണ്, അച്ഛാ നിങ്ങൾ വീണ്ടും വന്നോ? And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief swayed to and fro. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, is your husband dead? നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചോ? ചോദിക്കുമ്പോഴേക്കും എന്താ പറയുന്നത്, yeah, half an hour ago അദ്ദേഹം മരിച്ചു. And the father is very sad, കാരണം അദ്ദേഹത്തിന് സമയത്തെത്താൻ പറ്റിയിട്ടില്ല. And when you were gone, he turned and died as merry as a bird. ഓക്കെ, അപ്പം വൈഫ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്, നിങ്ങൾ വന്നു പോയതിനു ശേഷം അദ്ദേഹം വളരെ സന്തോഷവനായിട്ടുള്ള ഒരു ബേർഡിനെ പോലെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ആസ് മെറി ആസ് എ ബേർഡ്. സോ ദിസ് ഇസ് എ സിമിലി, ഒരു ബേർഡിനെ പോലെ അത്രയും അധികം ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, സോ അപ്പം നമ്മുടെ പീറ്റർ ഗല്ലിഗൻ, ഹി വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ ദാറ്റ് he who hath made the nights of stars for souls who tire and bleed sent one of his great angels down and helped me in him my need. അപ്പം നമ്മുടെ ഫാദറാണ് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഹിം ഗോഡ് ഹാസ് സെൻറ്റ് അൻ ഏഞ്ചൽ ഫോർ ഹിം. അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ദൈവം അത്രയും അധികം കെയർ കാണിച്ചൊരു ആളെ അങ്ങോട്ട് അയച്ചിരുന്നു. ആൻഡ് ഹി ഹൂ ഇസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ്സ് വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ് അപ്പോൺ എ ചെയർ. അപ്പം എന്നെപ്പോലെ ഇത്രയും വളരെ നിസ്സാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ആ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പേസിനെ, ലോകത്തെ, എർത്തിനെ, വേൾഡിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ദൈവം എന്നോട് പോലും ഇത്രയധികം കരുണ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ദി ഫാദർ ഇസ് റിയലി ഓവർവെൽംഡ്, അല്ലെങ്കിൽ ഹി ഈസ് വെരി ഡിലൈറ്റ്ഫുൾ അബൌട്ട് ദി സർപ്രൈസ്. അപ്പോൾ ദൈവം കൊടുത്ത ആ ഒരു അനുഗ്രഹത്തിന്, ഈ ബ്ലെസ്സിങ്ങിന് അദ്ദേഹം വളരെയധികം സർപ്രൈസ്ഡ് ആണ്, എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഇത്രയുമുള്ളൂ ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, yes, he realized that it was the play of God. Okay, അപ്പോൾ ഇവിടെ we have some imageries. നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമേജറി പറഞ്ഞു, റെപ്പിറ്റേഷൻ, ദ മാവ്രോൺ, then merry as a bird, that is also an example for എന്താണ്, സിമിലി. then we have one more thing. ഇവിടെ നമുക്കൊരു മെറ്റഫർ നമുക്ക് യൂസ് ചെയ്യാം. ദ ഹാഫ് ഓഫ് ഹിസ് ഫ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് ഹിസ് പാരിഷ്നേഴ്സ്. this is an example for metaphor.
Okay, half of a flock എന്ന് പറയുന്നത്, this is an example for metaphor. Flock എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് it denotes the parishioners. Okay, അപ്പോൾ അത്രയും കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന poetic devices. So I hope this chapter is also clear for you. So shall we go for the next one? Okay. The next one is poetry. അടുത്തത് നമുക്കുള്ളത് poetry ആണ്. Poetry is also a very simple one. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് പോയട്രി തന്നിലേക്ക് വന്നത്? പാബ്ലോ നെരൂദ എങ്ങനെയാണ് തൻ്റെ ഉള്ളിലേക്ക് പോയട്രി വന്നത്? ബിഫോർ ദി കമ്മിങ് ഓഫ് പോയട്രി, ആഫ്റ്റർ ദി കമ്മിങ് ഓഫ് പോയട്രി ആൻഡ് ഇൻ ബിറ്റ്വീൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു പോയറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഐ ഡോണ്ട് നോ വേർ it came from winter or a river. I don't know where, how or when. No, they were not voices, they were not words nor silence, but from a street I was summoned from the branches of night abruptly from the others. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയാണ് it was at that age, ആ ഒരു ഏജിലാണ് ഇതിലേക്ക് പോയട്രി വന്നത്. ആൻഡ് ഇൻ സെർച്ച് ഓഫ് മീ. അപ്പോൾ ഇവിടെ തന്നെ this is an example for ഇൻവേർഷൻ. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. ഇൻവേർട്ടഡ് ആയിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ വിൽ ബി ഗോയിങ് ഇൻ സെർച്ച് ഓഫ് ദാറ്റ്. അങ്ങോട്ട് നമ്മൾ അന്വേഷിച്ചാൽ പോവാം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങോട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം പോയട്രി എന്നെ ഇങ്ങോട്ട് തേടിയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദ പോയറ്റ് ഇസ് നോട്ട് ഷുവർ അബൌട്ട് എവിടെന്നാ വന്നത്, എങ്ങടാ വന്നത്, എങ്ങനെയാ പോയത് എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഒരു ഐഡിയയുമില്ല. എവിടെന്നാ, വിന്റർ എന്നാണോ, റിവർ എന്നാണോ, ഓർ സൈലൻസിൽ നിന്നാണോ, അതോ ഒരുപാട് വോയിസിൽ നിന്നാണോ? He is not aware about all these things, but somehow he was summoned. ആരോ വിളിച്ചു, and now he is just have that feeling. ഇപ്പോൾ പോയട്രി തന്നിലേക്ക് വന്നിട്ട് ആ ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കിയേ. among violent fires and returning alone and there I was without a face and it touched me. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പോയട്രി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും I feel like to have a kind of fire inside me. അപ്പോൾ പോയട്രി വരുന്നതിന് മുന്നേ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? I was not having a face. എനിക്കൊരു മുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ പോയട്രി വന്നതിന് ശേഷം എന്ത് സംഭവിക്കൂ? I started to feel a kind of pride. അല്ലെങ്കിൽ എനിക്കൊരു മുഖം, എന്നെപ്പറ്റി എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. Then I didn't know what to say. My mouth had no way with names. My eyes were blind and something started in my soul forever. Fever and forgotten wings and I made my own way deciphering that fire. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി അടുത്തത് പോയട്രി ഇയാളിലേക്ക് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചത്? തനിക്ക് എന്താ പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. നമുക്ക് ഇത്രയും ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേക്കും നമുക്ക് മിണ്ടാനോ കേൾക്കാനോ പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ വരും അല്ലേ? അത്തരത്തിലുള്ള അവസ്ഥയിൽ ഞാൻ പോയിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് ഹാവിങ് ഫീവർ. എനിക്ക് പനി പിടിച്ചോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സിക്നസ് ആണോ, എനിക്കൊരു മറവി പിടിച്ചോ, അങ്ങനെ എന്തൊക്കെയോ ഒരു അവസ്ഥയായിരുന്നു പോയട്രി എന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. And I wrote the first faint line, faint without substance or pure nonsense, pure wisdom of someone who knows nothing. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ആദ്യത്തെ ലൈൻസ് അതൊക്കെ വളരെ ഫെയ്ഡായിട്ട്, വളരെ മങ്ങിയ ലൈൻസ് ആയിട്ടാണ് എഴുതി തുടങ്ങിയത്. കാരണം എന്താ? ഐ വാസ് നോട്ട് ഷുവർ. കാരണം ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല, ഞാൻ എന്തൊക്കെയോ എഴുതി കൂട്ടി അത് ശരിക്കും വിഡ്ഢിത്തരമായിരുന്നു എന്ന് എനിക്ക് വളരെയധികം ബോധ്യമുണ്ടായിരുന്നു. And I suddenly saw the heavens unfastened and open, planets, palpitating plantations, shadow perforated, riddled with arrows, fire, flowers and winding night and the universe. അപ്പോൾ എന്തായിരുന്നു ഈ പോയട്രി എന്നിലേക്ക് വന്നതിന് ശേഷം എവറിത്തിങ് സ്റ്റാർട്ടഡ് ടു സീം ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ മുന്നിലേക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ തുടങ്ങി? പുതിയ ഹെവൻസ്, ഒരുപാട് സ്വർഗ്ഗങ്ങൾ, എൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ മുന്നിലേക്ക് വളരെയധികം നല്ല രീതിക്ക് വിസിബിൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? And I, infinitely small being, drunk with the great starry void, likeness, image of mystery, felt mystery a pure part of the abyss, and I wheeled with the stars, and my heart broke loose in the wind. ഓക്കെ, അപ്പോൾ ലാസ്റ്റിലേക്ക് എന്താ സംഭവിക്കുന്നത്?
ആ പോയട്രി തന്നിലേക്ക് വന്നു, ആ ഒരു ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഒക്കെ തന്നിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ഹി ഫീൽസ് ലൈക്ക് ഹി ഈസ് പാർട്ട് ഓഫ് എവറിത്തിങ് ഇൻസൈഡ് എർത്ത്, അബവ് എർത്ത് ആൻഡ് അണ്ടർ എർത്ത്. അപ്പോൾ താഴെയുള്ള പാതാളം അല്ലെങ്കിൽ ആബീസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ആൻഡ് ഈവൻ ദോ ഇത്രയും ചെറിയൊരു സാധനമാണെങ്കിലും ഹി ജസ്റ്റ് ബീങ് പാർട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് പോയറ്റിക് ഇൻസ്പിറേഷൻ ഹി ജസ്റ്റ് ഫീൽസ് ലൈക്ക് ഹി ഈസ് ഫ്ലൈയിങ് ഇൻ ദി സ്റ്റാറി ബിൽ, സ്റ്റാർസിൻ്റെ വേൾഡ്സിലൂടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും വി ഹാവ് സം പോയറ്റിക് ഡിവൈസസ് ടു നോട്ട്. ഏതൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഇൻവേർഷൻ ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, പോയട്രി എന്ന് പറയുന്നത് ഇത് എൻറ്റയർ പോയത്തിൽ ഇറ്റ് ഈസ് പേഴ്സണിഫൈഡ്. പോയട്രി അങ്ങനെ പോകുന്നു, പോയട്രി ഇങ്ങനെ വന്നു, എൻ്റെ അടുത്തേക്ക് വന്നു. പോയട്രിക്ക് നടന്നു വരാൻ കാലൊന്നുമില്ല അല്ലേ, പക്ഷേ പോയട്രി വന്നു എന്നൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ പോയട്രി ഇങ്ങനെ വരൂ, എൻ്റെ അടുത്തേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ സോ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പേഴ്സണിഫിക്കേഷൻ അല്ലേ, പേഴ്സണിഫിക്കേഷൻ ആണ്, അബ്സല്യൂട്ട് ആണ്. ഓ യെസ്, ഹലോ, എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നതാണോ? അബീസ് മീൻസ് ദ വേൾഡ് ദാറ്റ് ഈസ് അണ്ടർഗ്രൗണ്ട്, നമ്മൾ പാതാളം എന്നൊക്കെ പറയില്ലേ, ദ സെയിം തിങ്. ആ യെസ്, അപ്രിസിയേഷൻ നിങ്ങൾക്ക് ഹെഡിങ്സ് കൊടുക്കാം, പോയട്രി എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓൾ റൈറ്റ്, ഹലോ, ഹായ് ഹായ്, എല്ലാവരും ചായയൊക്കെ കുടിച്ച് എനർജറ്റിക് ആയിട്ട് തിരിച്ചു വന്നതാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് ഇതിനകത്തെ കുറച്ചുകൂടെ പോയറ്റിക് ഡിവൈസസ് പറഞ്ഞ് നമുക്ക് 2-3 പോയിന്റ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓ ചായ കുടിച്ചു അല്ലേ, ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ ആ ഒരു എനർജിയൊക്കെ മിസ് കുടിച്ചില്ലടോ, മിസ് ഇവിടെ അല്ലായിരുന്നോ? ഹൗ ക്യാൻ ഐ, ഞാനിത് കഴിഞ്ഞിട്ട് പോയിട്ട് ചായയൊക്കെ കുടിക്കാം കേട്ടോ. യെസ്, മിസ്സിൻ്റെ നെയിം എന്താണെന്നോ? ഓ മൈ ഗോഡ്, നിങ്ങൾ പേരറിയില്ലേ? ഇത് യു ക്യാൻ സീ മൈ നെയിം ദർ. ഓക്കെ, നോക്കട്ടെ കേട്ടോ, നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേഗം പറഞ്ഞു പോവാം. നിങ്ങൾ ഈ പറഞ്ഞ രീതിക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പോയറ്റിക് ഡിവൈസസ് ഓരോ ചാപ്റ്ററിൽ നിന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പറ്റേഷൻ ഇതിൽ വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ, അത് കണ്ടോ, ഐ ഡിഡിൻ നോ എന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഈ ഒരു സാധനം തന്നെ ഒരുപാട് പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ദിസ് ഇസ് അനദർ പോയറ്റിക് ഡിവൈസ്, ദാറ്റ് ഈസ് റിപ്പറ്റേഷൻ. ഓക്കെ, റെപ്പറ്റേഷൻ ഇവിടെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്, ഇനി അടുത്തത് പോയറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള പാരഡോക്സ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു പോയറ്റിക് ഡിവൈസ്, പാരഡോക്സ് പറഞ്ഞിട്ടുണ്ട്. എന്താ പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യോർ വിസ്ഡം ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്കൊരു ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നോക്കിയേ, പ്യോർ വിസ്ഡം, വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ജ്ഞാനം അല്ലെങ്കിൽ നല്ല ബുദ്ധി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് സമ്മൺ, നല്ല ബുദ്ധിയുള്ള ഒരാളുടെ, someone who knows nothing, ഒന്നും അറിയത്തില്ലാത്ത ഒരാളുടെ നല്ല ബുദ്ധി. എങ്ങനെയാണ് പറയുക? രണ്ടും ഭയങ്കര ഓപ്പോസിറ്റ് അല്ലേ? വിസ്ഡവും അതുപോലെ തന്നെ വിസ്ഡം ഇല്ലായ്മയുമാണ് ഒറ്റയടിക്ക് ഇവിടെ കോൺട്രഡിക്ടറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് പാരഡോക്സ്. സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കോൺസെപ്റ്റ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് പാരഡോക്സ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ, അടുത്തത് വി ഹാവ്, അടുത്തൊരു ഇതിലേക്ക് പോയാലോ? നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. നമ്മൾ എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. യെസ് യെസ്, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. യെസ്, വാട്ട് യു വോണ്ട് അബൌട്ട് ദാറ്റ്? എന്താണ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിനെ പറ്റിയിട്ട്? അപ്രിസിയേഷൻ വരാൻ ഏറ്റവും സാധ്യത ഏതാണ്? നമുക്ക് വി ജസ്റ്റ് ഹാവ് 5. അപ്പം നമുക്ക് ഏതാണ് മെയിൻലി നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളത് പോയിട്രി തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാത്തിലും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി കുറച്ച് പോയറ്റിക് ഡിവൈസസ് മാത്രമേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ then it will be easy for you. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് then you will be studying that only. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മാത്രമേ പഠിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും മാറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിൽ ബി ജസ്റ്റ് ഹാവിങ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. സോ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാണ്ട മെയിനായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് നമ്മൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് വി ഹാവ് മദർ ടു സൺ. ഇതൊരു കൈൻഡ് ഓഫ് മോണോലോഗാണ്. അതായത് അമ്മ മാത്രമേ, മോണോലോഗ് എന്ന് പറഞ്ഞാൽ മോണോ വൺ അല്ലേ? അപ്പോൾ മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരാൾ മാത്രം സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഹിയർ വി സീ ദി അഡ്വൈസ് ഓഫ് എ മദർ ടു എ സൺ. ഒരു അമ്മ മോന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ നോക്കി, ഇതിലും നമുക്ക് ഒരുപാടധികം പോയറ്റിക് ഡിവൈസസ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Well, son, I'll tell you, life for me ain't been no silver crystal head stair. It had tacks in it and splinters and dots torn up. Okay, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്?
അമ്മ മോന് കൊടുക്കുന്ന ഉപദേശങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. വാട്ട് വാസ് ദി അഡ്വൈസ്? ഒരിക്കലും ലൈഫ് എനിക്ക് ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലെങ്കിൽ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്റ്റെയർ ഒന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് ഹാവിങ് ലോഡ് ഓഫ് ടോൺസ്. ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ ആണികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ജേർണി തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ. എന്തൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഞാൻ നടന്നു പോകുന്ന വഴികളിൽ ചിലപ്പം കാർപ്പറ്റ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്, ബെയർ ഫൂട്ടഡ് ആയിട്ട്. ബട്ട് ഓൾ ദ ടൈം ഇറ്റ്സ് ബീൻ എ ക്ലൈംബിംഗ് ഓൺ ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ് ആൻഡ് ടേണിംഗ് കോർണേഴ്സ്. പക്ഷേ ഇതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ഐ ഓൾവേസ് കണ്ടിന്യൂഡ് മൈ വാക്സ്. ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും ഞാൻ പല ലാൻഡ്സിലൂടെ പോയി, ഒരുപാട് വളവും തിരിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സംതിങ് ഗോയിങ് ഇൻ ദി, ചിലപ്പോഴൊക്കെ എനിക്ക് എവിടെ കൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. വെദേഴ്സ് ain't been no light. ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ ബോയ്, ഡോണ്ട് യു ടേൺ ബാക്ക്, ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്. അപ്പോൾ എന്താ അമ്മയുടെ അടുത്ത് അമ്മ പറയുന്നത്? ഒരിക്കലും നീ എന്താവരുത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിന്റെ ലൈഫിൽ വരും, ബട്ട് ഡോണ്ട് ടേൺ ബാക്ക്, തളർന്നിരുന്ന് പോകരുത്. Because you find it's a kind of hard, don't you fall now, I'll see still going on. അപ്പം നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും, പക്ഷേ അവിടെ തളർന്ന് വീഴരുത്. You just have to move on. And then forever still going on, honey, and I'll still climbing. The life is in me. Be no crystal clear for me, crystal clear for me. അപ്പോൾ ഞാൻ ഇപ്പോഴും എന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. സോ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രോബ്ലം വന്നാലും നീ ഇട്ടിട്ട് പോകരുത്. ഓക്കെ, യു ജസ്റ്റ് കണ്ടിന്യൂ വാട്ട് ഓൾ തിങ്സ് യു ആർ ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി ക്ലിയർ അല്ലേ മക്കൾ? ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഐ ബി ജസ്റ്റ് സേയിങ് കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ്, ഇതിൻ്റെ ഒന്നും സമ്മറീസ് നിങ്ങൾ യു ഡോണ്ട് ഹാവ് ടു ബൈ ഹാർട്ട്. എന്താണ് ഇതിൽ പറയുന്നത്, തീം എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എല്ലാം ബൈ ഹാർട്ട് ചെയ്താൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോരം കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ആകെപ്പാടെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വി ഹാവ് 2 ഗ്രാമർ പോർഷൻസ് മെയിൻലി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അതും കൂടെ ബൈ ഹാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് മെയിൻലി വരുന്ന കുറച്ച് പോയറ്റിക് ഡിവൈസസ് എന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിസ് ഇസ് എ മോണോലോഗ്. അമ്മ മോനോട് പറയുന്ന രീതിക്കുള്ള എക്സാമ്പിൾസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഇവിടെ ക്രിസ്റ്റൽ സ്റ്റെയർ ആയിട്ട് എന്തിനാണ് പറയുന്നത്? മദറിൻ്റെ ലൈഫിനെ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. സോ ദിസ് ഇസ് എ മെറ്റഫർ. അമ്മയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസസിനെയാണ് ഇവിടെ ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മെറ്റഫർ. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ സ്റ്റെയർ എന്തുവാണ്? ഒരു സിംബലും കൂടിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ എ സിമ്പിൾ. ഒരു സിമ്പിളാണ് അമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഹാർഡ്ഷിപ്സിനെ ഒന്ന് ഡിനോട്ട് ചെയ്യുന്ന രീതിക്കുള്ള സിമ്പിളും കൂടിയാണ് ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ദിസ് ക്ലൈംബിംഗ് എവിടെയാണ്, വേർ ഇസ് ഇറ്റ്? ഈ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റെയർ എന്ന് പറയുന്ന ഒരു നമ്മൾ ക്രിസ്റ്റൽ സ്റ്റെയർ തന്നെയാണ് അടുത്ത വേറൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മേളിലോട്ട് നമ്മൾ ക്ലൈംബ് ചെയ്ത് മുന്നോട്ട് കയറി പോകേണ്ട ഒരു പാത അല്ലേ, മേളിലോട്ട് ക്ലൈംബ് ചെയ്ത് പോകേണ്ട നിലകൾ ക്ലൈംബ് ചെയ്യുന്ന സ്റ്റിൽ ക്ലൈംബിംഗ് ഇത് തന്നെ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എല്യൂഷൻ. എല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ്. എല്യൂഷൻ എന്താണ്? എല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എല്യൂഷൻ ക്യാൻ യു ഗിവ് മീ ആൻ എക്സാമ്പിൾ? എന്താണ് എല്യൂഷൻ എന്ന് എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇനി ഐഡിയ? എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നേ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇവൻസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു കണക്ഷൻ വരിക. ഇപ്പം ഒരു പക്ഷേ എപ്പിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ക്രിസ്റ്റൽ സ്റ്റെയറിൻ്റെ എല്യൂഷൻ വരുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, അതായത് ഹോളി ബൈബിളിൽ വി ഹാവ് ദറ്റ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ഹോളി ടെസ്റ്റ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഹോളി ടെസ്റ്റ്മെൻറ്റിൽ വി ഹാവ് ദിസ് തിങ്. അതായത് ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് എന്താണ് ഒരു സ്വപ്നം കാണുകയാണ്. ജേക്കബ് എന്ന് പറയുന്ന അയാൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ അയാൾ കാണുന്നത് സ്വർഗത്തിൽ നിന്ന്, ഹെവനിൽ നിന്ന് ഒരു ഒരു സ്റ്റെയർ കേസ് താഴത്തേക്ക് ഭൂമിയിലേക്ക് ഇട്ടേക്കുകയാണ്. അപ്പോൾ ആ ഇതിൽ കൂടെ ഒരുപാട് ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മുടെ ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഹോളി ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡ്രീമിനോട് ദിസ് ഇസ് എല്യൂഡഡ്. ഈ ക്രിസ്റ്റൽ സ്റ്റെയർ അതിനൊരു എല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് സംഹൗ സിമിലർ ആണ്. ഇവിടെയും ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കോണി അവർ കയറുന്നുണ്ട്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എല്യൂഷൻ.
Okay, and നോക്കിയേ അടുത്തത് ഈ allusion അല്ലാണ്ട് we have some imageries. ഈ crystal stair എന്ന് പറയുന്നത് this is also an example for imagery. ഒരു imagery ആണ് അല്ലേ, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ വാട്ട് imagery. ഇനി now we have an example for assonance and consonance. Assonance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്കിയേ assonance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever this a vowel sound is repeated, a vowel sound വീണ്ടും repeated ആയിട്ട് വരുന്നതിനെയാണ് we call it as assonance എന്ന് പറയുന്നത്. So this repeated here അല്ലേ, so this is an example for assonance. Okay, അതാണ് assonance-ന്റെ എക്സാമ്പിൾ. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് മെയിൻലി വരുന്ന poetic devices എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so I hope this is also clear for you. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. Then mother to a son, this is a dramatic, ഒരു മോണോലോഗ് പോലെയാണ് പോകുന്നത് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ ദാ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഓൾമോസ്റ്റ് ഓൾ പോയംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വി ഹാവ് നൗ ഗ്രാമർ പോർഷൻസ്. ഓക്കെ, നമ്മൾ ഇനി കുറച്ചുള്ള ഒരു ഗ്രാമർ പോർഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ തന്നെ വാട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ആ റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്ന് വേഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Yeah. Okay, അപ്പം ഹിയർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ, അല്ലെങ്കിൽ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബട്ട് ദിസ് ഇസ് നോട്ട് കംപ്ലീറ്റ്, ഇത് ഫുള്ളായിട്ടില്ല, ബട്ട് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദാറ്റ് ടു യു. ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഐ വിൽ ബി ജസ്റ്റ് ഗോയിങ്. നിങ്ങൾ പറഞ്ഞിരുന്നു കുറച്ച് പേരൊക്കെ എന്താണ് ബൈ ഹാർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് അല്ലേ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനവർ നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് സംസാരിക്കുന്നത്? സഞ്ജയും അതുപോലെ തന്നെ സഞ്ജയ് ആൻഡ് ഓക്കെ മുസ്തഫ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു കാര്യം, യു ആർ ജസ്റ്റ് ടോക്കിംഗ് ടു അനദർ വൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം, ഓക്കെ മുസ്തഫ, മുംതാസ്, റൈറ്റ്? ഓക്കെ സോറി, യെസ് ഓ നോ ക്വസ്റ്റ്യൻ ചെയ്യോ? യെസ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ബ്ലോയിങ് ഇൻ ദ വിൻഡ് അപ്രിസിയേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ്, നമ്മളിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, 2-3 പോയിന്റ്സിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡു റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് നോക്കിയേ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ സംസാരിച്ചത് നിങ്ങൾ മൂന്നാമതൊരാളുടെ അടുത്ത് പോയി പറയുക, അതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്, എന്താ ചെയ്യേണ്ടത്? ആദ്യമേ നിങ്ങൾ ടെൻസസുമായിട്ട് വളരെ ഫെമിലിയർ ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് സിമ്പിൾ പ്രസന്റിലാണ് നിങ്ങളുടെ ടെൻസ് എങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ എന്ത് ചെയ്യണം? വാട്ട് യു ഹാവ് ടു കൺവേർട്ട്, റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഇറ്റ് വിൽ കൺവേർട്ട് ടു സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അതായത് V1 ഫോമിലുള്ളത് ഇറ്റ് വിൽ കൺവേർട്ട് ടു V2 ഫോം റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും. ഇനി അടുത്ത് നോക്കിയേ, ഇനിയിപ്പോൾ നിങ്ങളുടെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലോ തന്നിരിക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്ത് പോവുക, അതായത് ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, ഓക്കെ നോക്കിയേ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ദാ സിമ്പിൾ പ്രസന്റിൽ നിന്നാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. ഇനി സിമ്പിൾ പാസ്റ്റിലുള്ള സാധനങ്ങളാണെങ്കിൽ ഇറ്റ് വിൽ കൺവേർട്ട് ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിലോ നിങ്ങളുടെ സെന്റൻസ് കിടക്കുന്നത്, അതായത് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോമിലാണെങ്കിലോ എങ്ങോട്ട് പോകും? ദാ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകും. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസിലേക്കായിരിക്കും പോവുക, അതായത് വാസ് ഓർ വേർ പ്ലസ് ing ഫോം. ഓക്കെ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലോ നിങ്ങളുടെ ഫോം വരുന്നത്, ടെൻസ് ഫോം വരുന്നത്, വാട്ട് വിൽ ബി ഇറ്റ്സ് ചേഞ്ച്, എങ്ങോട്ടായിരിക്കും പോവുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കായിരിക്കും ഇത് ചേഞ്ച് ആയി പോകും, അതായത് ഹാഡ് ബീൻ പ്ലസ് ing ഫോം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇനി ഇത്ര മാത്രമൊന്നും ആയിരിക്കില്ലേ നമുക്ക് വരിക, ഇതുപോലെ തന്നെ വിൽ ബി ഹാവിങ് സം അതേഴ്സ് ഓൾസോ. നോക്കാം, ഇതാ പ്രസന്റ് പെർഫെക്റ്റിലാണ് നിങ്ങളുടെ സെന്റൻസ് എങ്കിലോ
അതിനെ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? അതായത് ഹാസ് ഓർ ഹാവ് പ്ലസിലാണ് നിങ്ങളുടെ സെൻറ്റൻസ് കിടക്കുന്നതെങ്കിൽ V3 എങ്ങനെ കൺവേർട്ട് ചെയ്യും? അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകുന്നു. അതായത് ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, ഇനി ഇതിലാണ് വരുന്നതെങ്കിലോ റിപ്പോർട്ട് ചെയ്യാൻ അത് ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. കാരണം അവിടെ ടെൻസ് ചേഞ്ച് ഒന്നും വരുന്നില്ല. ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നിങ്ങളുടെ സെന്റൻസ് കിടക്കുന്നതെങ്കിലോ, അതായത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമിലാണെങ്കിലോ എങ്ങനെയായിരിക്കും നിങ്ങൾ കൺവേർഷൻ വരിക? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകുന്നു. അതായത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. അതിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സിമ്പിൾ പ്രസന്റിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും, റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അത് സിമ്പിൾ പാസ്റ്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എങ്കിലോ അത് എങ്ങോട്ടായിരിക്കും പോവുക? അതായത് ഹാഡ് പ്ലസ് V3 അതല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിരിക്കും പോവുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ. He writes a letter. റാം പറയാണ്, ഇതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. റാം ഹി റൈറ്റ്സ് എ ലെറ്റർ. റാം പറയാണ്, നിങ്ങളുടെ അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ദിസ് സെന്റൻസ്. ഓക്കെ, അപ്പോൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അറിയുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ്. ദാറ്റ് ആയിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വേർബ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു കമാൻഡോ അല്ലെങ്കിൽ റിക്വസ്റ്റ്, അതായത് ഒരു ഇമ്പെറേറ്റീവ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദാറ്റിന് പകരം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ടു ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ, ദ ഡോക്ടർ ആസ്ക്ഡ് ദ നേഴ്സ്. പറയാണ് ക്ലോസ് ദി ഡോർ. എങ്ങനെയായിരിക്കും അത് റിപ്പോർട്ട് ചെയ്ത് വരിക? ദ ഡോക്ടർ ആസ്ക്ഡ് ദ നേഴ്സ്, ദാറ്റ് അല്ല, പകരം ടു ക്ലോസ് ദി ഡോർ. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി ഇഫ് യു ആർ ഹാവിങ് ക്വസ്റ്റ്യൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. WH ഉണ്ട്, യെസ് ഓർ നോയും ഉണ്ട്. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും WH ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിപ്പോർട്ടിംഗ് വേർബ്സ്? എന്തായിരിക്കും? വെദർ അല്ലെങ്കിൽ ഇഫ് ആയിരിക്കും നമ്മുടെ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്. ഇനി അതല്ല WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ആരെയും തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ WH വേർഡ് തന്നെയായിരിക്കും ഈ പറഞ്ഞ രീതിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാനുള്ളൂ. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അത് ആരാന്ന് പറയാം? ഹൂ വിൽ സേ? ഇതെങ്ങനെയാണ് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യുക? ഹി റൈറ്റ്സ് എ ലെറ്റർ. ഓക്കെ, എങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്ത്? ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. ദെൻ അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ഏത് ടെൻസിലാണെന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്, യെസ് ഓർ ES ഫോമിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് V1 ഫോമിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി V1 ഫോമിൽ കിടക്കുന്ന അതല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ഫോമിലേക്കായിരിക്കും പോവുക? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലുക്ക് ഹിയർ, V1 എന്നുള്ളത് ഇറ്റ് വിൽ കം ടു V2. അതായത് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. സോ ഇവിടെ V1 മാറി V2 വരും റിപ്പോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും. നമുക്ക് നോക്കി നോക്കാം എന്ത് സംഭവിക്കും. അപ്പം റാം സെഡ് ദാറ്റ്. ഇനി ഹി റൈറ്റ്സ് എന്നാണ് പറയുന്നത്. റൈറ്റ്സിന്റെ സെക്കൻഡ് ഫോമിലേക്ക് വരും. ഹി റോട്ട് എ ലെറ്റർ. Yes, very good. Ram said that he wrote a letter. Yes, very good, very good. He wrote a letter. Yes, fine. Any, shall we go for another one? Aduthodonu nokkiyalo. One more question I'll be giving that for you. Okay, Ram തന്നെ പറയാണ്. He is eating breakfast. Okay, convert that. ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കോളൂ. എങ്ങനെയാണ്? ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഇനി ഏത് ടെൻസിലാണെന്ന് കണ്ടുപിടിക്കുക. ഏത് ടെൻസിലാണെന്ന് കിടക്കുന്നത്? ഈസ് പ്ലസ് ING ഫോം. ദിസ് വിൽ ബി ഇൻ വിച്ച് ടെൻസ്? ഏത് ടെൻസിലായിരിക്കും?
yes, very good. Ram said that he was eating breakfast. എങ്ങനെയാണ് വാസിലേക്ക് പോയത്? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം, അതായത് ഈ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing. സോ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും വാസ് ഓർ വർ പ്ലസ് ing ഫോമിലേക്കായിരിക്കും വരിക. സോ ദി ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. Ram said that he was eating breakfast. Okay, clear അല്ലേ മക്കൾസ്? Yeah, fine. അപ്പോൾ അത് ക്ലിയർ ആയി. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും വരെ. ഫോർ എക്സാമ്പിൾ ഇത് നോക്കിയേ, ദ പ്രസന്റ് പെർഫെക്റ്റിലാണ് ഒരെണ്ണം വരുന്നതെങ്കിൽ ഐ ആം നോട്ട് റൈറ്റിംഗ് ദാറ്റ്, ഐ വിൽ ബി ജസ്റ്റ് സേയിങ് ദാറ്റ്. ഓക്കെ, അതൊന്ന് പറയാം. എന്തായിരിക്കും വരിക? ഓക്കെ, ഇത് പറഞ്ഞോളൂ. റാം പറയാണ് he wrote a letter. Okay, ഇതിനെ we have to report. ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും he wrote a letter എന്നാ പറഞ്ഞത്. So this is in V2 ഫോം അല്ലേ? അതായത് പാസ്റ്റ് ഫോമിലാണ് കിടക്കുന്നത്, V2 ഫോമിലാണുള്ളത്, സിമ്പിൾ പാസ്റ്റിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ സിമ്പിൾ പാസ്റ്റ് എന്നുള്ളതിന് എങ്ങോട്ടായിരിക്കും കൺവേർഷൻ വരിക? യെസ്, പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിരിക്കും വരിക. സോ ദി ആൻസർ വിൽ ബി റാം said that yeah, he had been അല്ല, written. He had written a letter. Okay, then clear അല്ല? Yes, he had written, wrote അല്ല, he had written ആണ് കേട്ടോ. He had written a letter. V3 ഫോം ആണ് വരെ, had plus V3 ഫോം. So I hope this is clear. ഇതുപോലെ തന്നെയാണ് ഏതൊരു ടെൻസ് കൺവേർഷൻ വന്നു കഴിഞ്ഞാലും you just have to be thorough with this formula. ഈ ഒരു കാര്യം മാത്രം ഒന്ന് thorough ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ you can report any sentences. ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ വിൽ ബി യൂസിങ് ദാറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ WH ആണെങ്കിൽ WH ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അവിടെ റിപ്പോർട്ടിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യുക. ദെൻ അതുപോലെ എസ് ഓ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ദാറ്റ് അല്ലെങ്കിൽ ഇഫിന് ദാറ്റിനോ അല്ലെങ്കിൽ WHനോ പകരം വിൽ ബി യൂസിങ് വെദർ ഓർ ഇഫ്. ആൻഡ് ഇതും അല്ലെങ്കിൽ ഇംപെറേറ്റീവ്സ്, അതായത് കമാൻഡ്സ് ഓർ റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് തരുന്നതെങ്കിൽ വിൽ ബി യൂസിങ് ടു ഇൻഫിനിറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദ ഡോക്ടർ ആസ് ദ നേഴ്സ് ടു ക്ലോസ് ദി ഡോർ. അപ്പോൾ ടു ആണ് അവിടെ ദാറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ നൗ വി ഹാവ് എ ലാസ്റ്റ് പോർഷൻ ദാറ്റ് ഇസ് ദിസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് വെൻ യു ആർ ആസ്ക്ഡ് ടു കൺവേർട്ട് എ സെന്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ്, ചെയ്യേണ്ടത് സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ സ്വിച്ച് ചെയ്യുക. അതായത് ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്തേക്ക് സബ്ജക്റ്റിനെ കൊണ്ടുപോവുക, സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എസ് ഓർ ഇ എസ് ഫോമിലാണെങ്കിൽ ഈസ് ഓർ ആം ഓർ ആർ ആ ഒരു ഫോമിലേക്കായിരിക്കും പോവുക. ദെൻ ഈസ് ഓർ ആം ഓർ ആറിലേക്കാണെങ്കിലോ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീങ് പ്ലസ് V3 ഫോം. ഇനി ഹാസ് ഓർ ഹാവ് ആണെങ്കിൽ അങ്ങോട്ട് പോകും, ഹാസ് ഓർ ഹാവ് ഓർ പ്ലസ് ബീൻ പ്ലസ് V3 ഫോം. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാം കൺവേർഷൻസ് വരിക. ഈ ഒരു സാധനമാണ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിലുള്ള ഭാഗം ഒന്ന് കാണാപ്പാടം പഠിച്ചു വെക്കാം. ഐ വിൽ ജസ്റ്റ് ഗിവിംഗ് യു വൺ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഹി റൈറ്റ്സ് എ ലെറ്റർ. റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ ഇതിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവനൊരു ലെറ്റർ എഴുതി. പാസീവിലേക്ക് വരുമ്പോഴേക്കും അത് മലയാളത്തിൽ പറയുമ്പോഴേക്കും ഒരു ലെറ്റർ അവനാൽ എഴുതപ്പെട്ടു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ V1 ഫോമിലാണുള്ളത്. സോ ഇറ്റ് കംസ് അണ്ടർ ദിസ് വൺ, ഇതിലാണ് വരിക എന്ന് മനസ്സിലായി. ആൻഡ് ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ദി സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട്. സബ്ജക്ട് ഇതാണ്, ഒബ്ജക്ട് ഇതാണ്. ഇനി എന്ത് ചെയ്യണം? രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യണം. അപ്പോൾ ദ ലെറ്റർ സബ്ജക്റ്റ് ആയി എ ലെറ്റർ. എ ലെറ്റർ. ഇനി ഇതാ അടുത്ത് നോക്കി, ഈ V1 മാറി എങ്ങോട്ട് പോകും? ഈസ് ഓർ ആം ഓർ ആർ. എ ലെറ്റർ ഈസ്, ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈസ് ആഡ് ചെയ്തു. ഇനി അടുത്തത് V3 ഫോം ആണ്, എല്ലാത്തിൻ്റെയും കൂടെ പാസീവിലേക്ക് നമ്മൾ ചേർക്കുക. എ ലെറ്റർ ഇസ് റിട്ടൺ ബൈ, ഇനി ഇതാ ബൈ നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കാറുള്ളതാണ്, ബൈ ഹിം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കൾസ്? ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് മാറിയിട്ട് എന്ത് പറയും? എ ലെറ്റർ ഇസ് റിട്ടൺ ബൈ ഹിം. ഇനി നോക്കിയേ, ഹി ഇസ് റൈറ്റിംഗ് എ ലെറ്റർ ആണെന്നെങ്കിലോ എങ്ങനെയായിരിക്കും ആ ഒരു ഫോമാറ്റ് വരിക? എന്തായിരിക്കും? എ ലെറ്റർ ഇസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണോ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഇപ്പുറത്തേക്കുള്ള കൺവേർഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവേർഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഈ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. നിങ്ങൾക്ക് ഏത് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആക്റ്റീവ് ടു പാസീവ് കൺവേർട്ട് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഇത്രയും ഉള്ളൂ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. നമ്മളിന്ന് മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പാർട്ടിലെ പ്രോസ് ലെസൺസ്, ദെൻ പോയട്രിയുടെ അപ്രിസിയേഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഡിസ്കസ്ഡ് reported speech and active and passive voice. So I hope this is clear for you. നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫ്രേസൽ വേർബ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 10-20 എണ്ണം വരുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ടേക്ക് നോട്ട്സ് ഫ്രം ദാറ്റ് ഓൾസോ. സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സോ ഷാൽ വി വൈൻഡ് അപ്പ്? എല്ലാവരും ഇനിയിപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ സ്റ്റഡി ടൈമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, so we'll meet you another day. അപ്പോൾ നിങ്ങളുടെ എക്സാംസിനൊക്കെ all the very best തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. So do your best and thank you. Take care all of you. Bye bye.